സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരമിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കീഴുവാൻ മാവിലാശ വീശുന്ന മോഹനാദിവ്യഗാനമേ. എന്നെ പരിചയച്ചാരും ഞാൻ കണക്കൂട്ടുന്നില്ല. എല്ലാ പിള്ളേർക്കും എന്നെ അറിയാമെന്ന് വിചാരിക്കുന്നത്. എല്ലാ പരിപാടിക്കും ഉദ്ഘാടനം നടത്തിക്കൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് അറിയത്തില്ല ആൾക്കാരും കാണുന്നില്ലല്ലോ, എല്ലാവരും അറിയില്ലേ? ഞാൻ കണ്ണൂർ ജില്ലയിൽപ്പെട്ട കൽപ്പുണ്ട് താലൂക്കിൽ മണ്ഡലം എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മക്കൾ എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും ഇളയ മകനും അവരുടെ കുടുംബവും എല്ലാവരും ഇവിടെ ഉണ്ട്. മൂത്തവൻ കുറേയാണ്, അവൻ വന്നിട്ടില്ല. രണ്ടാമത്തെ മകളുണ്ട്, മകളെ കെട്ടിയാൽ ഇവിടെ വന്നിട്ട് മകളിൽ ഒന്നും വന്നില്ല. അങ്ങനെയൊക്കെയാണ്, അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. ടീച്ചർമാരെ ആരെങ്കിലും വേണം. സെലനായിട്ട് ശരിക്കൊന്നുമില്ലോണോ? എന്തായാലും ഒരു ജഡ്ജസ് വേണമല്ലോ. ആരായാലും ജഡ്ജായിട്ട് ഇരിക്കാൻ. സമ്മാനം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ ചിരിക്കാൻ ആൾക്കാർ കൂടി. ഞാൻ റെഡി 1 2 3 പറയുമ്പോൾ നിങ്ങളൊന്ന് പുഞ്ചിരിക്കുക. ഒരു 5 സെക്കൻഡ് ചിരിക്കാനായിട്ട് സമയം തരും. അത് കഴിയുമ്പോഴത്തേക്കും ഞങ്ങളൊന്ന് വാല്യൂ ചെയ്യും. അതുവരെ ചിരിക്കണം കേട്ടോ. ഞങ്ങളെ നോക്കി ചിരിച്ചാൽ മതി. എന്നെ നോക്കി ആർക്കും ചിരി വരും. അതുകൊണ്ട് നന്നായി ചിരിച്ചോളൂ. ഓക്കെ, റെഡി 1 2 3. ഒന്ന് ചിരിക്കാൻ പറഞ്ഞൂടെ? ഓക്കെ, ഞങ്ങൾ കണ്ടെത്തി. അപ്പൊ വളരെ ഉപകാരം. നിങ്ങളെ വിന്നേഴ്സിനെ പിന്നെ അറിയിക്കുന്നതായിരിക്കും. വെരി ഗുഡ്. ഒരു ആഘോഷത്തിന്റെ മൂഡിലാണെന്നറിയാം. പിന്നെ ഇതുപോലെ ഒരു പരിപാടി ചെയ്യുമോ എന്ന് ചോദിച്ചെന്നെ ഏൽപ്പിച്ചത് കൊണ്ട് എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. എന്നാലും വലിയ കട്ടിയുള്ള ക്ലാസ്സൊന്നും ഞാൻ നൽകാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഒരു മൂഡല്ലല്ലോ. കുടുംബയോഗം, നമുക്കൊരാഘോഷം, ഒന്നിച്ചിരിക്കൽ, ഇതൊക്കെയാണല്ലോ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഏതാനും ചെറിയ ചിന്തകൾ കുടുംബത്തെക്കുറിച്ച് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാമെന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. ഞാനിവിടെ പ്രസംഗിക്കുകയല്ല, നിങ്ങളുടെ സഹായത്തോടെ ഏതാനും കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ നിങ്ങളുടെ ഒരു അപേക്ഷയുണ്ട്. ഒന്ന് കുടുംബമായിട്ടിരിക്കാമോ? കുടുംബമായിട്ട് വന്നിട്ടുള്ളവർ ഒന്ന് കുടുംബമായിട്ടിരിക്കുമോ? ഭാര്യ, ഭർത്താവ്, മക്കൾ, അങ്ങനെയുള്ളവർ അങ്ങനെ തന്നെ ഇരിക്കുക. അങ്ങനെ ഇല്ലാത്തവർ സഹോദരങ്ങൾ ഒന്നിച്ചിരിക്കുക. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്
മക്കൾ മാതാപിതാക്കളോട്, അതില്ലാത്തവര് സഹോദരങ്ങൾ പരസ്പരം നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ അല്ലെങ്കിൽ മക്കളിൽ അല്ലെങ്കിൽ മാതാപിതാക്കളിൽ കാണും ഒരു 2 ഗുണങ്ങൾ വീതം പറയുക. നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ച ഏറ്റവും നല്ല 2 കാര്യങ്ങൾ. കുറേ ഉണ്ടെന്ന് എനിക്കറിയാം, 2 എണ്ണം പറയുക. അത് അവരുടെ മുഖത്ത് നോക്കി പേര് വിളിച്ച് പറയുക. ഞാൻ നിങ്ങളിൽ കാണുന്ന എൻ്റെ ജീവിതത്തിൽ എന്നെ സ്പർശിച്ച നിങ്ങളുടെ ഗുണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നതാണ് എന്ന് ഒന്ന് അവരോട് പറയും. ഉദ്ദേശിച്ച ആവേശമൊന്നും നിങ്ങൾ കാണുന്നില്ല, നിങ്ങൾ പറഞ്ഞില്ലെന്ന് എനിക്ക് തോന്നുന്നു. പറഞ്ഞു കഴിഞ്ഞോ? വീട്ടിൽ നിന്നേ പറഞ്ഞു എടുത്തതാണോ? ഓക്കെ, ഇനി പണി തരാം. ഓക്കെ, നിങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോൾ പറഞ്ഞു എന്ന് പറയുന്നു, അതിന് തെളിവായിട്ട്. ഇപ്പോൾ റിങ്കിയും ജോബിയും മോളും ഉണ്ട്. അപ്പോൾ അവര് പരസ്പരം പറയുന്നത് കേട്ടോളൂ. റിങ്കി ജോബിയെക്കുറിച്ചും ജോബി റിങ്കിയെക്കുറിച്ചും പറയും. അത് കഴിഞ്ഞ് ചാച്ചയെക്കുറിച്ചും അമ്മച്ചയെക്കുറിച്ചും മോള് പറയും. മോള് പറഞ്ഞില്ലെങ്കിൽ മോളുടെ കാര്യം അവർ രണ്ടുപേരും കൂടെ പറയും. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ എനിക്ക് എൻ്റെ ജോബി ചൈന നമ്മൾ ഭയങ്കര കരുതലാണ്. സ്നേഹം, കരുതൽ അറിയാവുന്നത് തന്നെ. ഇപ്പം നമ്മൾ ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത് നമ്മൾ അങ്ങോട്ടുള്ള സ്നേഹവും കരുതലും കൂടി തന്നെയാണ്. ഇന്നുവരെയും ദൈവം അത് കറക്റ്റായിട്ട് ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഇനിയും അങ്ങോട്ട് ദൈവം കൂടെ ഉണ്ടെന്ന് റിങ്കി എന്ത് കാര്യമാണെങ്കിലും എൻ്റെ കാര്യമാണെങ്കിലും എന്താണെങ്കിലും ഒന്നും പറയാതെ തന്നെ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അത് ചെയ്തു തരും. ഈ പറഞ്ഞ പോലെ സ്നേഹം. ഓക്കെ, നിങ്ങൾക്കുള്ള മോളെ കുറിച്ചൊന്ന് പറഞ്ഞോളൂ. എങ്ങനെയാണ് നിങ്ങളുടെ മകൾ, അവളുടെ നല്ല 2 ഗുണങ്ങൾ? അതിലേറ്റവും അവൾക്ക് എനിക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നത് മമ്മിയോടുള്ള അവളുടെ സ്നേഹം. അവള് മമ്മി ഇല്ലാതെ ഒരു സ്ഥലത്ത് പുറത്തില്ല. വെരി ഗുഡ്. അവള് ഏത് ഡ്രസ്സ് മമ്മി ഇടണമെന്ന് തീരുമാനിക്കുന്നത് വരെ അവളാണ്. അത്രയും സ്നേഹമാണ് അവൾക്ക് മമ്മിയോട്. ഞങ്ങളില്ലേലും വഴക്കൊക്കെ ഉണ്ടാവും, കളിക്കാൻ വേറെ ആരും ഇല്ലാത്ത കാരണം മമ്മിയാണ് കളിയും കാര്യങ്ങളൊക്കെ. പക്ഷെ മമ്മി ഇല്ലാതെ അവൾ ഒരു സ്ഥലത്ത് പോകത്തില്ല. അതാണ് എനിക്ക് അവളെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള കാര്യം. ഓക്കെ, വെരി ഗുഡ്. സഹായമാണോ പറഞ്ഞൂടാ? സോ ലെറ്റ്സ് കോൾ ദെം. അവരുടെ എല്ലാ മുഴുവൻ ഫാമിലി ഇവിടെ ഉണ്ട്. അപ്പോൾ വിജി, പ്രിൻസി, അച്ചു, കുഞ്ഞൂസ്, വേഗം ഓടിയാ. ഇത് പറഞ്ഞത് ഭയങ്കര മിസ്റ്റേക്കാണ്. ഞാൻ എല്ലാ കുടുംബയോഗത്തിനും വരുന്ന ആളാണ്. ആദ്യമായിട്ടല്ല, എല്ലാ കുടുംബയോഗത്തിനും വരുന്ന ആളാണ് ഞാൻ. അപ്പോൾ അത് എനിക്ക് അതുകൊണ്ട് ഇവിടെ ഉള്ളവരെ എല്ലാവരും അറിയാം. അത് തന്നെയാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. ഇതിപ്പോ ലാസ്റ്റ് പൊക്കിപ്പറച്ചിലാവും, പ്രശ്നമാവും, വീട്ടിൽ ചെന്നാൽ അടി ഉറപ്പാ. പിന്നെ ഒരു സത്യാവസ്ഥ ഉള്ളത് പറഞ്ഞാല്, ഞങ്ങളുടെ ഫാമിലിയായിട്ട് ഒരുമിച്ച് വരുന്ന ആദ്യത്തെ കുടുംബമാണ്. കാരണം ഞങ്ങളുടെ വീട്ടിലെ സിറ്റുവേഷൻ തന്നെയാണ് അതിന് കാരണം. അപ്പൊ അത് കവർ ചെയ്തുകൊണ്ടിരുന്നത് മുഴുവനും ഈ കാലഘട്ടത്തിൽ അത്രയും പ്രിൻസിയായിരുന്നു. ഉള്ളത് പറഞ്ഞാൽ അതാണ് അതിന് സത്യം. അപ്പൊ അത് വീട്ടിലെ അമ്മച്ചിയാണേലും ചാച്ചനുള്ള സമയത്താണേലും എല്ലാ കാര്യങ്ങളും വളരെ ഏറ്റവും സെഡ് കാര്യങ്ങൾ ചെയ്യുകയും അത് അവരുടെ കാര്യങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആളാണ് പ്രിൻസി. അത് പറയുന്നതിനകത്ത് മടിയില്ല. അതുപോലെ പിന്നെ വീട്ടിലെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ തക്ക രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അത് പിന്നെ പാരൻസ് കൂടുതലുള്ളപ്പം തന്നെ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ 100% സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൊണ്ടു നടത്തുന്ന ഒരാളാണ് പ്രിൻസി. അതുകൊണ്ട് നമുക്ക് അതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ സന്തോഷമായിട്ട് പോകുന്നു. ഓക്കെ, ഇനി പ്രിൻസി വിദ്യയെ കുറിച്ച് അല്ല മക്കളെ കുറിച്ചും കൂടെ പറയാം. പോയിന്റ് പറഞ്ഞാൽ മതി. മക്കളെ കുറിച്ച് നമ്മളാരും മോശം പറയാമല്ലോ. അപ്പൊ എന്തായാലും മക്കള്, എന്റെ മൂത്ത മകനാണ് അച്ചു. അപ്പൊ അവന് ഇന്നിപ്പോ ഞങ്ങളെല്ലാം വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അമ്മ വരണം, കുടുംബയോഗത്തിൽ വരും, പങ്കെടുക്കണമെന്ന് പ്രോത്സാഹിപ്പിച്ച ഒരാളാണ് അവൻ. അപ്പോൾ അവന് ബാംഗ്ലൂരിൽ നിന്ന് വീട്ടിൽ വന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ സമയത്ത് അവൻ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഹാപ്പി ആയിട്ട് വരാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ്. അപ്പം അതുപോലെ ഫ്രണ്ട്ഷിപ്പ് കൂടുതലും ഞങ്ങളുടെ ഫാമിലിയിൽ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് കൂടുതലും റിസ്ക് എടുക്കുന്ന ഒരാളാണ് അവന്.
അതുകൊണ്ട് അവനെക്കുറിച്ച് ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്, സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് വല്ല ഇതാണ് ഒരു വെരി ഗുഡ് വെരി ഗുഡ്. അതിന് അവളാണെങ്കിലും പിള്ളേർ രണ്ടുപേരും അവനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അവള് എപ്പോഴും കൊണ്ടുനടക്കുക. അപ്പോൾ അതുപോലെ ഞങ്ങളോട് എല്ലാ പരിപാടിയിലും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് കൊടുത്തു നിൽക്കുന്ന ആളാണ്. അതുപോലെ എല്ലാ കാര്യങ്ങളിലും ലീഡർഷിപ്പ് കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അവൾക്ക് അത് അവിടെ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ വെരി ഗുഡ്, താങ്ക് യു. പ്രിൻസി, വിദ്യയെക്കുറിച്ച് പറയുക. വിദ്യയെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ, എന്നാൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞോളൂ. നല്ല കാര്യം പറയാനേ പറഞ്ഞിട്ടുള്ളൂ. അതേ പറഞ്ഞു. എല്ലാം നല്ല കാര്യങ്ങളാണ്. എല്ലാം നല്ല സ്നേഹമാണ്, കരുതലാണ്, എല്ലാ കാര്യത്തിലും സപ്പോർട്ടാണ്. എടുത്തു പറയാവുന്ന ഒരു ഗുണം എടുത്തിട്ട് പറയണേ. ഓക്കെ. അയ്യോ, ഇതുപോലെ രണ്ടു മക്കള് എല്ലാം സൂപ്പറാണ്. എല്ലാ കാര്യത്തിലും എന്തുണ്ടാക്കി വെച്ചാലും തീർത്തോളും. കൊടുത്തില്ലേ കുഴപ്പമുള്ളൂ. വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് നൽസിക്കുന്ന അതെന്താണ്. ഓക്കെ 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 ഓക്കെ. മക്കള് ഒരാൾ അമ്മയെ കുറിച്ചും ഒരാൾ അച്ഛനെ കുറിച്ചും പറയുക. അങ്ങനെ പറഞ്ഞാൽ പോരാ, കൃത്യമായിട്ട് ഇന്ന ഒരു ഗുണം എന്ന് പറയണം. അമ്മയിൽ കാണുന്ന നല്ലൊരു ഗുണം. അമ്മ സൂപ്പറാണ്, വെരി ഗുഡ്, അങ്ങനെയല്ല. അമ്മയിൽ കാണുന്ന ഒരു എടുത്തു പറയാനൊരു ഗുണം. നമുക്ക് എന്തില്ലെങ്കിലും അമ്മ അത് ഉണ്ടാക്കി തന്നിരിക്കും. എന്ത് ഫുഡാണെങ്കിലും ഡ്രസ്സാണെങ്കിലും ഇപ്പൊ നമുക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാലും അമ്മ അത് എവിടെന്നെങ്കിലും ഒപ്പിച്ച് തരും. അത് അമ്മ എപ്പോ എന്ത് ചോദിച്ചാലും ഉറപ്പായിട്ടും തരും. ഓക്കെ, മകൻ പറഞ്ഞോ പപ്പയെ കുറിച്ച്. എനിക്ക് തോളൊക്കെ നടക്കാൻ പറ്റുന്ന ഒപ്പൻ എന്നെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ വട നല്ലൊരു ഗുണം പറയൂ. അതാ ഗുണം. അതെ, അതൊരു കോമൺ. അത് കോമൺ ഒന്നുമല്ല, എല്ലാവർക്കും കിട്ടാറൊന്നുമില്ല. എനിക്ക് കുറച്ച് പേർ കിട്ടാറ്. ഓക്കെ, എന്നാലും ഒരു ഇത്രയും ഫ്രീ ആയിട്ട് എനിക്ക് തോളേക്ക് ആയിട്ട് നടന്ന് ഞാനിപ്പോ ഒരു പെണ്ണ് നോക്കി സൈറ്റ് അടിച്ചാൽ നല്ല കൊച്ച് എന്ന് പറഞ്ഞാൽ അപ്പൊ കുഴപ്പമില്ല, സമയം നോക്കാം. അല്ലാണ്ട് നീ ഏതാണോ എന്ന് ചോദിക്കല്ല. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. ഇവിടെ അപ്പൊ തല്ലിയിട്ടല്ലോ പറയാലോ. അപ്പൊ ഇവർക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം അല്ലേ? നല്ല പരസ്പരം സ്നേഹിച്ച് സഹകരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു കുടുംബം അല്ലേ? വെരി ഗുഡ്, നമുക്ക് അഭിമാനിക്കാം. ഷോർട്ടായിട്ട് പറഞ്ഞാൽ ജെസ്സി വീട്ടിലല്ലെങ്കിൽ എനിക്കൊരു വല്ലാത്ത വിഷമമാണ്. എവിടെയെങ്കിലും പോയാൽ തന്നെ ഞാൻ തിരിച്ച് കയറി വരുമ്പോൾ ആ റൂമിൽ കിടക്കുന്ന അവൾ കൊടുത്ത ഡ്രസ്സ് തന്നെ കാണുമ്പോൾ തന്നെ വിഷമമാണ്. ഞാനത് എവിടെയെങ്കിലും ദൂരെ പോയിരിക്കുകയാണെങ്കിൽ ഞാൻ സാധാരണ അത് അലക്കാറില്ല, വന്നു കഴിഞ്ഞ് അലക്കാറുള്ളൂ. പിന്നെ പണി കഴിഞ്ഞ് വരുമ്പോഴും ഒരു കാപ്പി ഉണ്ടാക്കി തന്നാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ തന്നെ അടുക്കളയിൽ കയറുന്നതിന് മുമ്പ് തന്നെ അത് എനിക്ക് ഉണ്ടാക്കി തരും. പിന്നെ ഒത്തിരി സ്നേഹം അങ്ങനെ അങ്ങോട്ട് കാണിക്കാൻ പറ്റുന്നില്ലെന്നുള്ളത്, പക്ഷെ ഉണ്ട് സ്നേഹം. വെരി ഗുഡ്. ജസ്റ്റ് പറഞ്ഞോളൂ. സ്വകാര്യം എന്ന് പറയണ്ട, പൊതുവായി കാണുന്ന എല്ലാവർക്കും കേൾക്കാൻ ഇമ്പമുള്ള ഗുണങ്ങൾ പറയാനേ പറഞ്ഞുള്ളൂ. ഒത്തിരി സ്നേഹമുള്ള നിഷ്കളങ്കമായ ഒരു ഭർത്താവായിട്ടുള്ളത്. യെസ്, വെരി ഗുഡ്. പിന്നെ ജോയാണ് ഞങ്ങളെ ഈ വയസ്സാം കാലത്ത് എല്ലാം നട്ടിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ജോ, ഇവരെക്കുറിച്ച് രണ്ടുപേരെ കുറിച്ച് പറയും. എൻ്റെ അമ്മ ഒരു നല്ല ഗൈഡിങ് ടോർച്ചാണ്. നല്ല വഴി, ഏത് വഴി എടുക്കണം, എന്തൊക്കെ ചെയ്യണം പറഞ്ഞു തരും. പ്രാർത്ഥിക്കാനും പഠിപ്പിച്ചതൊക്കെ എൻ്റെ അമ്മയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. പപ്പ എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. എവിടെ വീണാലും നോക്കാനും കൂടെ നടക്കാനും ആകെ പിന്നെ പോകാനും എല്ലാം. വെരി ഗുഡ്. ഒരനിയനെ കുറിച്ചും കൂടെ പറഞ്ഞോ. എൻ്റെ അനിയൻ പോലെ വേറെ ഒരാളുണ്ടാവും ഈ ലോകത്ത്. എന്തുകൊണ്ട് അതെപ്പോഴും അങ്ങനെയാണല്ലോ. വാട്ട് ക്വാളിറ്റി ഡു യു സീ ഇൻ ഹിം? അവൻ്റെ നല്ല വർത്താനം, ആൾക്കാരോട് ഭയങ്കര സ്നേഹം, ഭയങ്കര കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്.
പിന്നെ അവൻ കാണുന്ന സാധനങ്ങൾ നമ്മളൊന്നും കാണത്തില്ല, അവൻ വേറെ കാഴ്ചപ്പാട്. ഓക്കെ, വെരി ഗുഡ്. ഞങ്ങളിപ്പം ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്ന സ്ഥിതിയിലാണ്. രണ്ടാമത്തെ ജോയുടെ അനിയൻ ജോയൽ, അവൻ സെമിനാരിയിലാണ്, ഡീക്കൺ പട്ടം കഴിഞ്ഞിരിക്കുകയാണ്. ഈ ആഗസ്റ്റ് 9 അവന് എറണാകുളത്ത് കാക്കനാട് ചെമ്പൂത്ത് പള്ളിയിൽ വെച്ച് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് അവൻ്റെ ആദ്യ കുർബാന അർപ്പിക്കാനായിട്ട് ഓർഡിനേഷന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ എല്ലാവരെയും വിവരം അറിയിക്കാം. പക്ഷേ ഇന്ന് ഇതുപോലുള്ളൊരു സദസ്സിന് മുമ്പിൽ വെച്ച് എനിക്ക് പറയാൻ സാധിക്കുന്ന ഒത്തിരി സന്തോഷമുണ്ട്. അതൊരു നല്ല കാര്യമായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും കൂടെ അറിയിക്കുന്നു. എല്ലാവരും അവിടെ വന്ന് ബ്ലെസ് ചെയ്ത് അനുഗ്രഹിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി തലേ ദിവസം വന്നാൽ തന്നെ നമ്മൾ നേരത്തെ ആ കാർഡ് ഞാൻ അറിയിക്കുന്നുണ്ട്. വരുന്നവർ അതൊന്ന് താമസം കാണിക്കണം, എത്ര പേര് വരും എന്നൊന്ന് അറിഞ്ഞാൽ ഒരു സൗകര്യമായിരുന്നു. നേരത്തെ വരുന്നവർക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യവും ഉണ്ടാക്കി തരുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും, നമ്മളെ കുടുംബത്തിലൊരു അച്ഛനുണ്ടായിരുന്നു, ഇവിടെ ഒരു അച്ഛനുണ്ട്, അതുകൊണ്ട് നമുക്ക് അതിന് കൂടാൻ പറ്റിയില്ല. അപ്പം അച്ഛനെ കൂടെ പ്രത്യേകമായിട്ട് നമ്മുടെ ആരെങ്കിലും ദൂരത്ത് വിദേശത്തുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഞാനൊരു 2 മാസം മുമ്പ് ഞാൻ വിവരം അറിയിച്ചിരുന്നു. പക്ഷെ അവരെ കൂടെ നമ്മൾ ഇതിലേക്ക് പങ്കെടുക്കണം. ഞാൻ താഴത്തിലേക്ക് കെട്ടി വന്നയാളാണ്, എന്നാൽ തന്നെ എനിക്ക് നിങ്ങളെ എല്ലാവരും ക്ഷണിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. വളരെ ബോൾഡാണ്, കറേജിയസ് ആണ് ആൻഡ് സപ്പോർട്ടീവ്. ഞാൻ മംഗലാപുരത്ത് നിന്ന് വരുന്നതാണ്. ആദ്യമായിട്ടാണ് ഈ കുടുംബത്തിൽ പങ്കെടുക്കുന്നത്. മംഗലാപുരത്തെ വക്കച്ചേട്ടൻ്റെ 6ാമത്തെ മകളാണ് ഞാൻ. പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ പറ്റി പറയുവാണെങ്കിൽ, ഞാൻ ഇന്ന് ജീവിക്കുന്ന ജീവിതം പുള്ളിയുടെ ഹാർഡ് വർക്കിൻ്റെ ഫലമാണ്. പിന്നെ ഭയങ്കര കാര്യത്തിൽ സ്നേഹമുള്ള മനുഷ്യനാണ്. എനിക്ക് 2 മക്കളുണ്ട്, ഒരു മകനും മകളും. മൂത്ത മകൻ UK-ൽ PhD പഠിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ മകള് ഹോങ്കോങ്ങിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്തു. താങ്ക് യു. നമ്മൾ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഒരു ഒഴുക്കിൽപ്പെട്ടിങ്ങനെ പോകാൻ നോക്കും. നമ്മുടെ കൂടെയുള്ള ഒരാളെ കുറിച്ച് ചിന്തിക്കുകയോ അല്ലെങ്കിൽ ആ ഗുണങ്ങളെക്കുറിച്ച് ഒരു പ്രസക്തമായ രീതിയിൽ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല. ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. എന്നാൽ നമ്മളതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയോ ഒന്ന് എഴുതി വെക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിന് കുറച്ചും കൂടി പ്രത്യേകതയുണ്ട്. അപ്പം നമ്മൾ പണ്ട് ഈ കുടുംബയോഗം തുടങ്ങിയ സമയത്തൊക്കെ ചിലർക്കൊക്കെ നന്നായിട്ട് അറിയാം, നമ്മുടെ ഒരു കുടുംബ ചരിത്രം എഴുതാൻ വേണ്ടി ശ്രമിച്ചിരുന്നു, അല്ലേ? നമ്മുടെ ഒരു കുടുംബ ചരിത്രം. പക്ഷെ അത് എവിടെയോ വഴിയിൽ വെച്ച് നിന്നുപോയി പല കാരണങ്ങളാൽ. ഫ്രാൻസ്റ്റേഡിനുള്ള സമയത്തായിരുന്നു അതിന് തുടക്കം കുറിച്ചത്. അത് കഴിഞ്ഞ് ഫ്രാൻസ്റ്റേഡ് മരിച്ചുപോയി. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ മത്തഞ്ചേട്ടനൊക്കെ അതിന് ഇൻട്രസ്റ്റ് എടുത്തു, ജോർജ് കുട്ടിയോ ആരൊക്കെയോ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിരുന്നു. പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പം ഇപ്പോൾ കുടുംബ ചരിത്രം നമുക്ക് ഇങ്ങനെ എഴുതുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടി നമുക്ക് ഇത്തവണ കുടുംബയോഗം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു കുടുംബ വൃക്ഷം തയ്യാറാക്കുക. എല്ലാവരും അവരുടെ വീട്ടിലെ ഒരു കുടുംബ വൃക്ഷം. അപ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ പേര്, വീട്ടുപേരൊക്കെ എഴുതി, അപ്പൻ, അമ്മ, മക്കൾ, അവരുടെ പേരെഴുതുക. അവരെന്ത് ചെയ്യുന്നു, എവിടെ ജീവിക്കുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് എഴുതി വയ്ക്കുക. അതോടൊപ്പം തന്നെ ഇപ്പം നിങ്ങൾ പങ്കുവച്ചതുപോലെ ഓരോരുത്തരെയും കുറിച്ചുള്ള അവരുടെ എടുത്തു പറയാവുന്ന 2 or 3 ഗുണങ്ങൾ കൂടി എഴുതി വെച്ചാൽ, അങ്ങനെ ഒരു നല്ലൊരു പേപ്പറിൽ എഴുതി നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കുക. ഏതെങ്കിലുമൊക്കെ സമയത്ത് അത് ചോദിക്കുമ്പോൾ അത് പൊതുവായ അറിവിലേക്ക് തന്നാൽ നമുക്ക് നല്ലൊരു കുടുംബ ചരിത്രം തയ്യാറാക്കാൻ സാധിക്കും. എന്തെങ്കിലും സൂചനയുണ്ടോ? ഹലോ സനിചേട്ടാ, ദാമ്പത്യത്തിൽ അക്കൗണ്ട് ഇല്ല, പക്ഷെ ഉണ്ടാക്കാം. ഒരു ചെറിയ കഥ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ശാന്തമായ ഗ്രാമത്തിൽ ഒരു ദമ്പതികൾ, ഇഷ്ടമുള്ള പേര് കൊടുക്കാം, ഞാൻ അർജുൻ മീര എന്ന് കൊടുക്കുന്നു. അർജുൻ മീര ദമ്പതികൾ താമസിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ദാമ്പത്യ ജീവിതം 12 വർഷം പിന്നിട്ടു.
കുട്ടികളെ വളർത്തുക, ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ ഒരുമിച്ച്. പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്ന ഏതെങ്കിലും വചനം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന വചനം പറഞ്ഞോളൂ. കർത്താവിന്റെ അനുഗ്രഹമാണ് ദൈവത്തിന്റെ ദൈവഭക്തന്റെ സമ്മാനം. അതെവിടെയാ പറയുന്നതെന്ന് അറിയാമോ? പ്രഭാഷകൻ 11. വെരി ഗുഡ്. ഒരു കൈയ്യടി കൊടുക്കും, ഒരു കൈയ്യടി കൊടുത്തേ. വേറെ വചനം അറിയാവോ? പറ. വചനം തൊട്ട് പറഞ്ഞേ. നീ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുക, ലഭിക്കുക തന്നെ ചെയ്യും. വചനം കൂടെ പറയുന്നു. മാർക്ക് 11:24. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വാക്യം. വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു കയ്യടി കൊടുക്കൂ. വേറെ ആർക്കെങ്കിലും പറയാമോ? ഹൃദയസ്പന്ദനം കൊണ്ട് ജ്വലിക്കുന്ന തീപ്രിയാണ് ചിന്ത. സോറി, വേറെ അറിയില്ല. പ്രാർത്ഥനയെ കുറിച്ചുള്ള ഞാനിപ്പോ ചോദിച്ചോണ്ടിരിക്കുന്നേ. ഓക്കെ, പറഞ്ഞോളൂ. മത്തായി 6:6. മത്തായി 6:6 എൽസിൻ ചേച്ചി പറഞ്ഞതാണ്. ആർക്കെങ്കിലും പറയാമോ? മത്തായി 6:6 എന്താണ് എൽസിൻ ചേച്ചി പറഞ്ഞു? എൽസിൻ ചേച്ചി ഇപ്പൊ പറഞ്ഞു, പറയാമോ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കയറി കതകടച്ച് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന പിതാവ് നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്നാണ് ആ വചനം. ഓക്കെ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും പറയണോ? നിന്നോട് സംസാരിക്കുമ്പോൾ നിന്റെ അധരങ്ങൾ തുറക്കപ്പെടുന്നു. എസക്കിയ 3:27. വെരി ഗുഡ്. അത് കൈയ്യടി കൊടുക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. വേറെ നിങ്ങൾ എല്ലായ്പ്പോഴും പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുക. ഏതാണ് വചനം? ആർക്കെങ്കിലും പറയാമോ? എഫേസ്യർ കേൾക്കുന്നതിനാണോ? ഓക്കെ, അത് ശരിയാണ്, അത് ശരിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായ വചനമാണ്. മെസ്സേജ് പറഞ്ഞതും ശരിയാണ്. ഈ വചനം ഇങ്ങനെയാണ്, തെസ്സലോനിയർ 5:17. നിങ്ങൾ എല്ലായ്പ്പോഴും പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുക. ഏകദേശം ഇന്നിപ്പോൾ 75ഓളം മെമ്പർമാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കുടുംബ യൂണിറ്റുകൾ വന്നിരിക്കുന്ന ഒരു ഗ്രഹനാഥനായിട്ടുള്ള താഴത്തെ കുടുംബത്തിലെ ആന്തരികമായിട്ടുള്ള ഒരു കുടുംബ യൂണിറ്റിൽ നിന്ന് നിർബന്ധമായും രജിസ്ട്രേഷൻ നടത്തി ഫീസ് അടയ്ക്കണം. അത് അവൻ
സ്നേഹ ബഹുമാനപ്പെട്ട വികാരിയച്ഛ, കൊച്ചച്ഛ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, നമ്മൾ താഴത്തേൽ കുടുംബയോഗത്തിൻ്റെ 2 വർഷം കൂടുമ്പോഴാണ് നമ്മളിപ്പോൾ കുടുംബയോഗം നടത്തുക. അപ്പോൾ ഈ കഴിഞ്ഞ 2 വർഷത്തെ കുടുംബയോഗത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങിലേക്ക് നമ്മൾ ഓൾറെഡി പ്രവേശിച്ചു. പക്ഷേ ഇപ്പോൾ നമ്മൾ പൊതുസമ്മേളനം ഇപ്പം നമ്മൾ ഔദ്യോഗികമായിട്ട് ആരംഭിക്കുകയാണ്. നമുക്ക് ആശംസകൾ അറിയിക്കാനും നമ്മളെ അനുഗ്രഹിച്ച് സംസാരിക്കുവാനുമായിട്ട് നമ്മുടെ കടനാട് ഫൊറോന പള്ളിയുടെ വികാരി വലിയ ബഹുമാനപ്പെട്ട ജോസഫ് പാനാമ്പുഴ അച്ഛൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ പള്ളിയിൽ വന്നപ്പോൾ എനിക്ക് അച്ഛനെ നേരിട്ട് പരിചയമില്ല, പക്ഷേ വന്നു. രാവിലെ അച്ഛനെ ഒന്ന് കാണാൻ വേണ്ടി പോയപ്പോൾ അച്ഛൻ ഭക്ഷണം കഴിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് വളരെ ഹൃദ്യമായിട്ട് അച്ഛൻ സംസാരിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞ 2 വാക്ക് ഞാനിപ്പോഴും ഓർക്കുകയാണ്. ഞാനിങ്ങനെ ഇവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ നട്ട്, ഇഞ്ചിയും ചേനയും ചേമ്പും കപ്പയും ഒക്കെ നട്ട് ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛൻ്റെ ആ ഒരു ലാളിത്യം അച്ഛൻ്റെ സംഭാഷണത്തിൽ വളരെ തെളിഞ്ഞു നിൽക്കുന്ന ഒന്നായിട്ട് എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് ചുറ്റും പള്ളിയുടെയൊക്കെ ചുറ്റുമൊക്കെ സഞ്ചരിച്ചപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. വളരെ അടുക്കും ചിട്ടയോടും കൂടെ കൃഷി കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് അച്ഛൻ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൃഷിയിൽ പോലും അത്രയും താല്പര്യമുള്ളൊരു അച്ഛൻ ഈ ഫൊറോനയെ എത്ര മനോഹരമായിട്ടായിരിക്കും, എത്ര കൃത്യതയോടുകൂടി ആയിരിക്കും ഓർഗനൈസ് ചെയ്ത് മുന്നോട്ട് നയിച്ചു കൊണ്ടുപോവുക എന്നത് നമുക്ക് അതിൻ്റെ തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു സ്നേഹവും കരുതലും. അപ്പോൾ അച്ഛനോട് ഞാൻ ചോദിച്ചു, അച്ഛാ ഞങ്ങളുടെ കുടുംബയോഗത്തിന് അച്ഛൻ വരില്ലേ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, എനിക്ക് വരാതിരിക്കാനായിട്ടാവില്ല. കാരണം എനിക്ക് ജോർജ് കുട്ടിയോടും ഈ കുടുംബത്തോടും ഇവിടെയുള്ള ജോഷ് ചേട്ടനോടും ഒക്കെയുള്ള ഒരു ബന്ധം അപ്രകാരമാണ് എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ അതിലെനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം നമ്മുടെ താഴത്തേൽ കുടുംബത്തിലെ അംഗങ്ങളൊക്കെ പള്ളിയോടും അച്ഛന്മാരോടും അങ്ങനെ പൊതുവായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വലിയ താല്പര്യം കാണിക്കുന്നവരും തങ്ങളുടെ സമയം മാറ്റിവെച്ചുകൊണ്ട് അതിനൊക്കെ സേവന മനോഭാവത്തോടുകൂടി ഇറങ്ങാൻ മനസ്സുള്ളവരാണ്. അതിനെ അച്ഛൻ വിലമതിക്കുന്നു എന്നത് എനിക്ക് വലിയൊരു സന്തോഷം തോന്നി. അപ്പോൾ അച്ഛൻ ഞങ്ങളുടെ ഈ ഇടയിലേക്ക് കടന്നു വന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷവും അനുഗ്രഹത്തിൻ്റെ ഒരു നിമിഷമാണ്. അപ്പോൾ ഏറെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും, താഴത്തിൽ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഏറെ സ്നേഹത്തോടു കൂടെ അച്ഛനെ ഈ ചടങ്ങിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തു. അതോടൊപ്പം നമുക്ക് കടനാട് ഫൊറോന പള്ളിയുടെ കൊച്ചച്ഛനായിട്ടുള്ള ജോസഫ് ആട്ടാങ്ങാട്ടിൽ അച്ഛനും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വികാരിച്ചനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വികാരിച്ചൻ പറഞ്ഞു, ഞാനിങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുമ്പോഴും ഞാൻ പബ്ലിക് റിലേഷൻ ഓഫീസറായിട്ട് നമ്മുടെ കൊച്ചച്ഛനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോൾ തന്നെ കൊച്ചച്ഛൻ സെമിത്തേരിയിൽ നിന്നാണെന്ന് തോന്നുന്നു താഴോട്ട് ഇറങ്ങി വരുന്നത് കണ്ടു. അപ്പോൾ അച്ഛൻ ഞങ്ങളെ കണ്ടപ്പോൾ വളരെ സ്നേഹത്തോടു കൂടി അച്ഛൻ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും കുർബാനയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുകയൊക്കെ ചെയ്തു. അപ്പം എനിക്ക് മനസ്സിലായി അച്ഛൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. മറ്റു കാര്യങ്ങൾക്കുള്ള മറ്റുള്ളവരോട് ഇടപെടാനായിട്ടും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും അവർക്ക് നന്മ ചെയ്തു കൊടുക്കാനും ഒക്കെ ആയിട്ടൊക്കെ വളരെ താല്പര്യപൂർവ്വം പ്രയത്നിക്കുന്ന ഒരു കൊച്ചച്ഛനാണ് എന്ന് മനസ്സിലായി. അപ്പോൾ അച്ഛനും ഇന്ന് ഞങ്ങളുടെ ഈ കുടുംബത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ അച്ഛനെ ഏറെ സ്നേഹത്തോടു കൂടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഹൃദ്യമായി ഞങ്ങൾ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഔദ്യോഗികമായിട്ടുള്ള കടമകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മോടൊപ്പം സിസ്റ്റർ സുജയുണ്ട്, അതുപോലെ തന്നെ സിസ്റ്റർ സീജ മരിയുണ്ട്. അവരുടെയൊക്കെ സാന്നിധ്യം, ഇപ്പോൾ സുജ സിസ്റ്ററിൻ്റെ ക്ലാസ് നമുക്ക് ഓൾറെഡി കഴിഞ്ഞു. കുടുംബത്തിൻ്റെ കെട്ടുറപ്പിനെ കുറിച്ചും ഐക്യത്തെക്കുറിച്ചും നമ്മൾ പരസ്പരം ഉള്ള ആ ഒരു സ്നേഹത്തിൻ്റെ അക്കൗണ്ട് തുറക്കേണ്ടതിനെ കുറിച്ചൊക്കെ നമ്മളോട് പറഞ്ഞു തന്നു. അപ്പോൾ ഇനിയിപ്പോൾ സീജ സിസ്റ്ററിൻ്റെ ക്ലാസ് നമ്മൾ കേൾക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും ഏറെ സ്നേഹത്തോടു കൂടെ ഈ കൂട്ടായ്മയിലേക്ക് ഔദ്യോഗികമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ താഴത്തേൽ കുടുംബ കൂട്ടായ്മയുടെ ഇപ്പോഴത്തെ നിലവിലത്തെ വർക്കിംഗ് പ്രസിഡന്റ് ആയിരിക്കുന്നത് അരുൺ താഴത്തേലാണ്. അപ്പോൾ പ്രസിഡന്റിനെയും ഏറെ സ്നേഹത്തോടു കൂടെ ഈ കൂട്ടായ്മയിലേക്ക് ഔദ്യോഗികമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ നമ്മുടെ കുടുംബ കൂട്ടായ്മ ഇവിടെ കടനാട്ടിൽ വെച്ചാണ് നമ്മൾ കൂടുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ ജോർജ് കുട്ടിച്ചേട്ടനാണ്. അപ്പോൾ നമുക്കറിയാം എല്ലാവരെയും, ജോർജ് ചേട്ടനുണ്ട്, ജോർജ് ചേട്ടനകത്താണ്. അപ്പോൾ ഇവരാണ് ഈ കാര്യങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത്.
അപ്പോൾ എല്ലാവരെയും ഇപ്രാവശ്യം എല്ലാവരെയും നേരിട്ട് ഫോണിൽ വിളിച്ച് എല്ലാവരും വന്ന് പങ്കെടുക്കണം എന്ന് വളരെ സ്നേഹത്തോടെ 2-3 പ്രാവശ്യമൊക്കെ ഓർമ്മപ്പെടുത്തിയിട്ട് എന്നെ 2 പ്രാവശ്യം വിളിച്ചു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും അതിൽ കൂടുതൽ തവണ വിളിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അവരുടെ ആ നേതൃപാടവത്തിനും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാനുള്ള ആ ഒരു തീക്ഷ്ണതയ്ക്കുമൊക്കെ ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. അപ്പോൾ ഈ പൊതുപരിപാടിയിലേക്ക് അവരെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇനിയിപ്പോൾ സ്വാഗതം ചെയ്യാനുള്ളത് നമ്മളെ ഓരോരുത്തരെയുമാണ്. പ്രത്യേകമായിട്ടൊരു സ്വാഗതത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എങ്കിൽ പോലും ഔദ്യോഗികതയുടെ പേരിൽ ഈ ഒരു പൊതുപരിപാടിയിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടു കൂടെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്കുള്ളത് അനുഗ്രഹ പ്രഭാഷണമാണ്. അനുഗ്രഹ പ്രഭാഷണത്തിനും ഉദ്ഘാടനത്തിനും വേണ്ടി പെരിയ ബഹുമാനപ്പെട്ട ഫാദർ ജോസഫ് പാനമ്പുഴയെ ക്ഷണിച്ചുകൊള്ളുന്നു. സമയം 12:30 ഡയബറ്റീസുകാർക്ക് പലർക്കും ക്ഷീണം തുടങ്ങേണ്ട സമയമായെന്ന് എനിക്കറിയാം. നമ്മൾ ആരോട് സംസാരിക്കുന്നുവോ അവരുടെ മനോഗതം മനസ്സിലാക്കിയേ ഒരു ഇടയൻ പ്രവർത്തിക്കാവുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വിശന്ന് വലഞ്ഞു നിൽക്കുന്ന ആടിനെ നമ്മൾ വലിയ തലോടാനും തല്ലാനൊന്നും പോയിട്ട് കാര്യമില്ല. അത് നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ആവശ്യമായത്. കടനാട് പ്രത്യേകിച്ചും ഏത് പരിപാടിക്കും ഉള്ളൊരു സംഗതി വിഭവസമൃദ്ധമായ സദ്യയാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ അവസാനത്തെ പള്ളി ഇതാണ്. കാരണം ഞാൻ ഇന്നാളിൽ എനിക്ക് അവസാന നിമിഷങ്ങളിൽ ഈ പള്ളിയിൽ വരാൻ, കടനാട് വരാൻ, പരിചയപ്പെടാൻ, വളരെ ചരിത്രമിറങ്ങുന്ന ഒരു സ്ഥലത്തെത്താൻ സാധിച്ച അതിയായ സന്തോഷമുണ്ട്. ഒരു ചെറിയ കമ്മ്യൂണിറ്റിയോട് സംസാരിക്കുന്നതാണ് നല്ലതെന്നും എനിക്കറിയാം. അധ്യാപകനായിരുന്നുകൊണ്ട് 50-60 കുട്ടികളെ ഒരേ സമയം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നാൽ കുറച്ചുകൂടി കൂടുതൽ അടുപ്പത്തിൽ സംസാരിക്കാൻ സാധിക്കും. എനിക്ക് സംസാരിക്കണം എന്നുള്ളപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ സ്ഥിതി ഇതാണ്. എൻ്റെ സ്ഥിതിയും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. രാവിലെ നിന്ന് ദോശയുടെ കട്ട് തീർന്നു, പിന്നെ ഇടയ്ക്കൊന്നും കഴിക്കാൻ സമയമില്ല കിട്ടിയിരുന്നു. വല്ലപ്പോഴൊക്കെ പോയി എന്തെങ്കിലും ഞാൻ തിന്നുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എല്ലാ ദിവസവും അത് രാവിലെ എണീറ്റ് പള്ളിയിൽ കയറിയിട്ട് പ്രാർത്ഥിച്ച് കുറച്ച് കഴിയുമ്പോൾ കുംസാരിക്കുള്ള ആളുണ്ടോ എന്ന് നോക്കും. കുംസാരിക്കാൻ ഇവിടുത്തെ ആൾ അപൂർവ്വം വരാറുണ്ട്. എൻ്റെ അർത്ഥം ഈ ഇടവക വളരെ പരിശുദ്ധി നിറഞ്ഞ ഇടവകയാണ്. ഞാൻ അങ്ങനെ പറയാറ്. ചില പേർക്ക് അവിടെ കുംസാരയില്ല, കുർബാനയില്ല, അവിടുത്തെ ആളെല്ലാം മോശം എന്ന് പറയും. ഞാൻ പറയും കടനാട് ഒന്ന് നോക്കുക, ഒന്നാന്തരം കുംസാരക്കാർ. ഞങ്ങൾ 2 അച്ഛന്മാർ എപ്പോഴും കുംസാരിക്കാൻ തയ്യാറാണ്. AC വരെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുക. അപ്പോൾ പറഞ്ഞത് ആർക്കും കുംസാരിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും പള്ളിയിലെ വികാരിച്ചിൻ്റെയും കൊച്ചച്ഛൻ്റെ പുസ്തകം കേട്ട് നല്ല മാനസാന്തരപ്പെട്ട് കുടുംബ പ്രാർത്ഥനയൊക്കെ ചൊല്ലി പിന്നെ അടുത്തുനിന്നുണ്ട് ധ്യാന മന്ദിരങ്ങളുണ്ട്, അവിടെയൊക്കെ പോയി ഇങ്ങനെ ജീവിക്കുന്നവരാണ്. അപ്പോൾ എല്ലാം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്ന അങ്ങനെ അവിടെ മറിച്ചാണോ എന്ന് എനിക്കറിയത്തില്ല, അതിശയോക്തിയാണോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും അനുഭവത്തിൽ നിന്നല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റും. അതുകൊണ്ട് രാവിലെ കാപ്പിയൊക്കെ കഴിഞ്ഞ് കറങ്ങി നടക്കുമ്പോഴാണ് അച്ഛൻ വരുന്നുണ്ട്. അച്ഛന്മാരുടെ പൊതുവെ എനിക്ക് ബഹുമാനവും സ്നേഹമാണ്. പ്രത്യേകിച്ച് കൊച്ചച്ഛന്മാർ, പ്രത്യേകിച്ച് കാവ്യ ഈ വസ്ത്രധാരികളോട് ഇപ്പോഴും കറുത്തതിനോടൊരു ബഹുമാനവും പേടിയും ഉണ്ട്. ഞാൻ കറുത്ത വസ്ത്രമൊക്കെ ധരിച്ചായിരുന്നു ചേർപ്പിൽ നടന്നുകൊണ്ടിരുന്നത്. രാവിലെ അവിടെ സെമിത്തേരി അടുത്താണ്. അപ്പോൾ 4-5 മണിക്ക് നടന്നാൽ സ്വല്പം നേരത്തെ നടക്കാനെങ്കിൽ എന്നിട്ട് ചേട്ടത്തിമാർ കാറിക്കൂടി ഓടി ഭൂതം വന്നിട്ടുണ്ട്. അതായത് രാവിലെ സെമിത്തേരി പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു രീതിയുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ കാണുന്നില്ല. ഇവിടെ ഞാൻ രാവിലെ ഇവരാരും അറിയുന്നില്ല. 5:30 കഴിയുമ്പോൾ കൊച്ചപ്പോലും വന്നിട്ടില്ല. മരിച്ചവരുടെ അടുത്ത് പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ടേ വരാം. ഇനി പോരുന്ന വഴിക്ക് ആരും എന്നെ നോട്ട് ചെയ്തിട്ടില്ല. കാരണം അന്ന സമയത്ത് ഇവിടെ ഒരു വരാറില്ല. അപ്പോൾ അങ്ങനെ ഒത്തിരി കഥകളും സംഭവങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ വധിക്കുവാൻ എനിക്കിഷ്ടമില്ല. ഏതായാലും വളരെയേറെ സന്തോഷമുണ്ട്. ഇന്നൊരു തിരക്കുള്ള ദിവസമാണെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നത് ഏറ്റവും തിരക്കുള്ള ദിവസം ഇന്ന്. രാവിലെ ഇപ്പോൾ 3 കുർബാന, 1, 2, 3, 4 കുർബാന കഴിഞ്ഞു. ഇനി 3 മണിക്ക് ഒരു കല്യാണ കുർബാന, പാലായിൽ ഒരു പ്രോഗ്രാം, ചേർപ്പെങ്കിലൊരു പാർട്ടി. ഇതെല്ലാത്തിനും മുഖം കാണിച്ച് വരുമ്പോഴത്തേക്കും ഇവിടെ ഇത് സന്ധ്യയാകുമ്പോഴത്തേക്കും കൊച്ചു വണക്ലാസ്സൊക്കെ പറഞ്ഞെത്തും. ഒരു തിരക്കുള്ള ദിവസമായി മറ്റു വലിയ പണിയൊന്നുമില്ല. ഇവിടെ വളരെ സുഖമാണ്. ഇല്ല കപ്പയും കാച്ചുമൊക്കെ നട്ടും ചേന നട്ടും ഡ്രാഗൺ ഫ്രൂട്ട് നട്ടും ഇതൊക്കെ വളരെ രസമാണ്. എൻജോയിങ് ലൈഫ് ചെയ്യാം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വളരെ ഫ്രീ ആയിട്ട് സ്വാതന്ത്ര്യത്തോടുകൂടി പോകുന്ന ഒരു സ്ഥലമാണ്. ആൾക്കും ഭയങ്കര സ്നേഹമാണ്. ജോലി ഡ്യൂട്ടി ചെയ്ത് വിളിച്ചു കഴിഞ്ഞാൽ എന്നാ അച്ചോ എന്നാ വേണ്ടെങ്കിൽ നമ്മുടേക്ക് 2 കഷ്ണം ചേമ്പിന് എന്തൊക്കെ ഇടണമെന്ന് ചോടൊന്ന് കളയ്ക്കാനുള്ളൂ, വളം വേണമല്ലോ, ചാരം വേണം. ജോലി ഡ്യൂട്ടി കൊണ്ടുവന്ന് ചാരം ഞാൻ ഓരോ ഇഞ്ചിയുടെയും ചൂടിൽ വിതറുകയാണ്. അന്നേരമാണ് ഈ അച്ഛൻ വരുന്നത്.
ചെറിയ തൊപ്പിയും വെച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങളറിയാമായിരുന്നു തുടങ്ങി. അന്നപ്പോൾ വേറെ ചേട്ടൻ ചോദിച്ചാൽ അച്ഛാ ഇവിടുത്തെ വികാരിച്ചൊന്ന് കാണണം. എന്നാ ചേട്ടാ വലിയ ചീത്ത പറയാനോ എന്ന് ആർക്കറിയാം. വിചാരിച്ചാൽ സ്വയം വെളിപ്പെടുത്തുന്ന സൂക്ഷിച്ചേ ആകാവുള്ളൂ. ആളിച്ചിരി മീശയൊക്കെ ഉണ്ട്, കണ്ടിട്ട് ചില പേഴ്സണാലിറ്റിയുള്ള വലിയ കാറിൽ വന്നിറങ്ങി. ഞാൻ സാധാരണ മനുഷ്യനെ പോലെ ഒരു വടി കുത്തി ഒരു തൊപ്പി മീശ ചാരം തൂളി കുറച്ച് ചാർക്ക് വിചാരിച്ചത് എന്നെ സംഗതി തന്നെ വളരെ പവിത്രത. അല്ല ഇതൊരു പ്രത്യേക സ്ഥലമാണിത്. അല്ല എന്നെ സംഗതി വിശേഷം വിചാരിച്ചതാ. ഇങ്ങനെ സംസാരിക്കുന്നോ ആളാരോ അതാണ് വിചാരി എന്ന് പറഞ്ഞു. അച്ഛനാണോ ചോദിച്ചാൽ അച്ഛൻ വളരെ സന്തോഷമായി. കാരണം ഞാൻ എന്നെപ്പറ്റി പറയാൻ വേണ്ടി നിൽക്കുന്നതല്ല, ഞാൻ പറഞ്ഞത് ഈ അച്ഛന് കോമ്പ്ലീറ്റ് ചെയ്തു. ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ് ലിയോ 14 മാർപ്പാപ്പ വന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ട് കാണുമല്ലോ. നഗ്നപാതകനായി പെറുവിലെ ചെളി നിറഞ്ഞ തെരുവീതികളിലൂടെ ചെളി നിറഞ്ഞ സ്ഥലത്തൂടെ നടക്കുന്ന മനുഷ്യനാണ്. മാർപ്പാപ്പയെക്കുറിച്ച് വേറെ പലതും പറയും. ദൂരെ സിമ്പിളാണ്. അരമന വിറ്റ് പാവങ്ങൾ കൊടുത്തവരാണ്. ആർച്ച് ബിഷപ്പായിരുന്നപ്പോഴേ പെറുവിലെ അരമന വിറ്റു. ഇത് ഏറ്റവും കുറച്ച് സൗകര്യം മതി, അത് പാവങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി കൊടുത്ത മാർപ്പാപ്പയാണ് നമ്മുടെ ഇന്നത്തെ സഭയുടെ തലവൻ. ഓടികളുടെ അധിപൻ അല്ലേ? ഓടികൾ സസ്വര ആടുകൾ വിശ്വാസികളുടെ. അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ പലപ്പോഴും ധ്യാനിക്കുന്നതൊക്കെ നല്ലതാണ്. അതും വിഷയത്തിൽ നിന്ന് കടന്നു ഉച്ച സമയമാകുമ്പോഴേ ചിലപ്പോൾ നമ്മൾ പരന്ന് വരുന്നു. ഏതായാലും ഞാൻ നിർത്തിയാണ്. വളരെയേറെ സന്തോഷം അഭിനന്ദിക്കുന്നു. ഇങ്ങനെയുള്ള കുടുംബ കൂട്ടായ്മകളും ഷെയറിംഗ് ഒക്കെ വളരെ നല്ലതാണ്. മനുഷ്യൻ ഇന്ന് വളരെയേറെ അകന്നു പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ വീടുണ്ട്, വിദേശത്ത് പോകുന്നവരാണ്, സംസാരിക്കാൻ സമയമില്ല. അവരെയും കുഴപ്പമില്ല, രാവിലെ വൈകുന്നേരം ജോലി ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അപ്പം മനുഷ്യൻ്റെ ഹൃദയങ്ങൾ ഒന്നായിട്ടില്ല. മനുഷ്യൻ ഒന്നായിരിക്കുന്നത് കുഞ്ഞുണ്ണി പറഞ്ഞ പോലെ കമ്പി കൊണ്ടും കമ്പിയില്ല കമ്പി കൊണ്ടും മനുഷ്യൻ ഒന്നായിരിക്കും. കരൾ കൊണ്ടല്ല. നമ്മൾ നേരിട്ട് കാണാനോ സംസാരിക്കാനോ സമയം ആ ഒരു സാഹചര്യമായി എന്താ മനുഷ്യനായി റോബോട്ടിക് റിലേഷൻഷിപ്പായി. അതുകൊണ്ട് ഇങ്ങനെയുള്ള അവസരത്തിൽ ജോർജ് കുട്ടിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അധികം പേര് വന്നിട്ടില്ല, കടനാട് വരാനുള്ള വിഷമമുണ്ടായിരിക്കും. ഏതായാലും ഇത്രയും പേര് വന്നത് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒരു സ്നേഹം പങ്കുവയ്ക്കുവാനും കലാപരിപാടി നടത്താനും സിസ്റ്ററിനെ കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ അനുഭവങ്ങളാണ് അതൊക്കെ ഇന്ന് പങ്കുവയ്ക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതുപോലെ ഒരു ബന്ധക്കൂട്ടാവുന്ന ഞാൻ കരുതിയാണ്. ഭക്ഷണത്തിൻ്റെ നല്ല മണം നമ്മുടെ മൂക്കിൽ വന്ന് അടിക്കുന്നു. എനിക്കതായിരുന്നു ആ ഭക്ഷണം കഴിച്ച പ്രശ്നമുണ്ടാവും. എനിക്കറിയാം എന്ത് നല്ല ഭക്ഷണമാണ് അത് ജോർജ് കുട്ടിക്കറിയാം എൻ്റെ ഭക്ഷണം ഏതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവിധ ക്ഷണിച്ച് കൊച്ചച്ഛന് ഞങ്ങൾ താമസിച്ചതിന് ഒരു മന്ത്രായിക്ക് പോകേണ്ടതുണ്ട്. ഞങ്ങളെ കൊണ്ടുപോകുന്ന ഞങ്ങൾക്കറിയാം. അവിടെയും മുഖമൊന്ന് കാണിക്കണം. അങ്ങനെ എല്ലാവർക്കും ഓടി നടന്ന് എല്ലാവരും കണ്ടു വേണ്ടി പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാത്തിനും എനിക്കധികം പ്രായമൊന്നും ആയിട്ടില്ല. 46 വയസ്സേ എനിക്ക് പ്രായമുള്ളൂ. 46 വയസ്സെന്ന് പറഞ്ഞാൽ അച്ഛനായിട്ട് 46 വർഷം. അച്ഛന്മാരുടെ വയസ്സിടുന്നത് ഒരു ഓർഡിനേഷൻ കഴിഞ്ഞുള്ള പ്രായം. പലരോട് ചോദിച്ചാൽ അച്ഛനൊരു പ്രായം, എനിക്കൊരു പ്രായമായിട്ടുള്ളൂ. എന്നാൽ 46 വയസ്സുള്ള പ്രായം. ഇപ്പോഴാണ് ജീവിതത്തെക്കുറിച്ച് പലതും പഠിക്കുന്നത്, മനുഷ്യരെക്കുറിച്ച് പഠിക്കുന്നത്. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു പക്വത പലതിനെക്കുറിച്ച് കിട്ടുന്നത്. അപ്പോൾ വീട് കയറി ഇറങ്ങി ഇങ്ങനെ നടന്ന് ഇവിടെ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. മാങ്ങാപ്പഴമൊക്കെ എല്ലാം ജോർജ് കുട്ടി എന്തുണ്ടെങ്കിലും പായസം വെച്ചാൽ എനിക്ക് കഴിക്കുന്നില്ല, കൊണ്ട് തരും മറ്റുള്ളവർ കൊടുക്കാൻ വേണ്ടി. അതായത് വളരെയേറെ സന്തോഷമുണ്ട്. ഈ ഇടവക വളരെ നല്ലൊരു ഇടവകയാണ്. പല കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ്. 4-5 പ്രബലമായ കുടുംബങ്ങളാണ് ഈ ഇടവകയിലുള്ളതെന്ന് എനിക്കറിയാം. ഏതാണ്ട് ഹിസ്റ്ററിയൊക്കെ ഞാൻ പഠിച്ചു വന്നിട്ടുണ്ട്. വളരെ രാമപുരം പോലെ നല്ല പാരമ്പര്യമുള്ള, പക്ഷേ രാമപുരത്തേക്കാൾ ഒട്ടും പിറകിലല്ല, മുമ്പിലാണ് ഗവർണറോറിൻ്റെ ജീവിതം. ഗവർണർ പാർലമെൻറ്റിൽ ഗവർണറെ മറന്നൊരു ചരിത്രം കേരള സഭയ്ക്കില്ല. ഇവിടുത്തുകാർക്ക് അറിയാവുന്ന എനിക്കറിയില്ല. അദ്ദേഹത്തെ മറന്ന ചരിത്രം കേരള സുറിയാനി കത്തോലിക്കൽ. അദ്ദേഹം ഇവിടുത്തെയാണ് വല്യാത്ത ഇവിടെ ഉണ്ടായത്. അതുപോലെ നമ്മുടെ ദേവളപുരം കുഞ്ഞച്ചൻ ഒറ്റപ്പള്ളിയിലെ അസേദിയായിട്ട് ജോലി ചെയ്തു, വിശുദ്ധൻ. അദ്ദേഹത്തെ കൊണ്ട് പുരോഹിതനെ നമുക്ക് ലോകത്തിൽ കാണാൻ പറ്റുന്നു. ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുന്ന സംശയം. അപ്പം അങ്ങനെ ചരിത്രം നൽകുന്ന ഒരു പുണ്യഭൂമിയാണിത് എന്നെനിക്ക് തോന്നുന്ന ഒരു അഭിമാനമുണ്ട്. ഞാൻ നിർത്തുന്നതാണ്. ഇപ്പം നിങ്ങളുടെ പലരുടെയും മനസ്സ് പറയുന്നുണ്ട് അച്ഛൻ ഇങ്ങനെ നീട്ടിപ്പോകണ്ട. ഞാൻ അതുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. എന്നോട് ചോദിച്ചു അച്ഛൻ എങ്ങനെയുണ്ട് കടനാട് വന്ന പിന്നെ ചോദിച്ചു. ഞാൻ ഇതിനു മുമ്പ് ചേർപ്പങ്ങളായിരുന്നു. അതിന് മുമ്പ് ഇതിലെ പ്ലാസ്റ്റിനാലും പല പള്ളികളിലൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചു ഇത് രണ്ടാമത്തെ സ്വർഗമാണ്. കടനാടിനെ കുറിച്ച് ഒരാൾ പോലും രണ്ടാമത്തെ സ്വർഗമാണെന്ന് പറഞ്ഞിട്ടുള്ളൂ അച്ഛൻ. ഒന്നാമത്തെ സ്വർഗം അപ്പം എവിടെയാണ് ചെയ്യുന്നത്? ഒന്നാമത്തെ സ്വർഗം പിതാവിൻ്റെ ഭവനം. അതിലും രണ്ടർത്ഥമുണ്ട്. ഞാൻ അരമനയിൽ കുറച്ച് പിതാവിൻ്റെ പ്രീസ്റ്റ് പോയി ആയിട്ട് സെക്രട്ടറി ആയിട്ട് അതാ ഞാൻ അതും ഉദ്ദേശിച്ചുള്ളത്. അത് അരമന ജീവിതം സുഖമാണ്. രണ്ടാമത് വന്നപ്പോഴത്തേക്കും ഇവിടെ വളരെ സന്തോഷം. വലിയ ടെൻഷനില്ല, പ്രശ്നമില്ല, ആൾക്ക് സന്തോഷമാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഒരു കാര്യം പറഞ്ഞത് കേട്ടോ, ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം സന്തോഷവാനായിരിക്കുകയാണ്. സ്റ്റീവ് ഹോബ്സൺ എന്ന് പറയുന്ന പ്രസിദ്ധനായ ശാസ്ത്രജ്ഞൻ പറഞ്ഞിരിക്കുകയാണ്,
അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിരിക്കും. സന്തോഷമാണ്. സന്തോഷമില്ലെങ്കിൽ എന്ത് വിശേഷം? ഉറങ്ങാൻ പറ്റിയ എന്ത് വിശേഷം? മ്ലാനവതനായിട്ട് എന്തോ നഷ്ടപ്പെട്ട മനുഷ്യനെ പോലെ നടന്നത് കാര്യം. അതുകൊണ്ട് സന്തോഷം അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ്. ദൈവമേ 2 വർഷക്കാലം ഇങ്ങനെ പോകണമെന്നൊരു പ്രാർത്ഥനയുള്ളൂ. ഞങ്ങൾ പറയുകയും ചെയ്തു, ആരെന്നെ ഉപദ്രവിക്കുമെന്ന് എനിക്കറിയാം. അതായത് അങ്ങനെ സന്തോഷം ജീവിതങ്ങൾ നയിച്ചു പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ജോർജ് കുട്ടിയും ഈ താഴത്തെ കുടുംബക്കാരെല്ലാവരും വളരെ സഹായിക്കുമെന്ന് എനിക്കറിയാം. എല്ലാവരും താഴത്തെ കുടുംബം 30-35 വർഷത്തെ പരിചയമുണ്ട്. രാമപുരത്ത് വന്നാൽ ചരിത്രത്തിലൂടെ ഞാൻ പറയുന്നില്ല. ഏതായാലും വളരെയേറെ സന്തോഷം അച്ഛനോടും സിസ്റ്റേഴ്സോടും എൻ്റെ സിസ്റ്റേഴ്സുണ്ട്, അവരോടും എല്ലാവരോടും ഇന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വല്ലപ്പോഴൊക്കെ പ്രാർത്ഥനകൾ ഓർത്തേക്കണമേ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ജോസഫ് പനമ്പുഴച്ച. വളരെ രസകരമായ ഒരു അനുഗ്രഹ പ്രഭാഷണമായിരുന്നു. താങ്ക് യു വെരി മച്ച്. ഇനി ഒരു ചെറിയ ആശംസ പ്രസംഗം പറയുന്നതിനായി ഫാദർ ജോസഫ് അട്ടയങ്ങാട്ടിലിനെ ക്ഷണിക്കുന്നു. ഫൊറോന പള്ളി അസിസ്റ്റന്റ് വികാരിയച്ഛന്. ബഹുമാനപ്പെട്ട വികാരിയച്ഛ, ബഹുമാനപ്പെട്ട അഗ്രച്ഛ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ താഴത്തെ കുടുംബാംഗങ്ങളെ, നമുക്ക് ഓരോ കുടുംബ യോഗങ്ങളും നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമാണ്. കാരണം നമുക്ക് ഒത്തുചേരാനുള്ള നല്ലൊരു അവസരമാണ് ഓരോ കുടുംബ യോഗങ്ങളും. അങ്ങനെ ഓരോ കുടുംബ യോഗങ്ങളും നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ പുതിയ ബന്ധങ്ങൾ നമുക്ക് കിട്ടും. അതോടൊപ്പം തന്നെ പഴയ ഓർമ്മകൾ നമുക്ക് ഓർത്തെടുക്കാനുള്ള നല്ല സമയമാണ്. ഒരുപക്ഷെ ഓർക്കുകയാണ് നമുക്ക് കുറേ നഷ്ടങ്ങൾ വരുന്നുണ്ട് അല്ലേ? നമുക്ക് ഇത് നോക്കുമ്പോൾ ഒരു കുടുംബയോഗം നോക്കുമ്പോൾ നമുക്ക് സാമ്പത്തികമായ നഷ്ടമുണ്ട്, പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ സമയനഷ്ടമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചിലരൊക്കെ ജോലി ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ലീവ് എടുത്ത് വന്നവരുണ്ട്. അപ്പം അങ്ങനെ പല നഷ്ടങ്ങളുണ്ട്. പക്ഷെ നഷ്ടങ്ങളേക്കാൾ അധികമായിട്ട് ഈ ഒരു സൗഹൃദം, കുടുംബങ്ങളുടെ സൗഹൃദം പുലർത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം അങ്ങനെ പ്രകാരം നിങ്ങൾക്ക് ഒത്തുചേരാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അത് ഏറ്റവും വലിയ കാര്യമാണ്. ഇങ്ങനെ ഒത്തുചേരുമ്പോഴാണ് നമുക്ക് പുതിയ തലമുറയെ നമുക്ക് പരിചയപ്പെടാൻ വേണ്ടി സാധിക്കുക. ഒരുപക്ഷെ നമ്മളെല്ലാവരും എല്ലാ കുടുംബങ്ങളും പരിശോധിച്ചാലും പഴയ തലമുറയ്ക്ക് ചരിത്രങ്ങളൊക്കെ അറിയാം. എവിടെയാണ് ബന്ധങ്ങൾ കിടക്കുന്നത്, എവിടെയൊക്കെ നാട്ടിലേക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് നമ്മുടെ ബന്ധങ്ങളൊക്കെ അറിയാം. പക്ഷേ പുതുതലമുറ, കൊച്ചു പിള്ളേർ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്നവർ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്നവരായാൽ പോലും അവർക്കൊന്നും ഈ ബന്ധങ്ങൾ പലപ്പോഴും അറിയാൻ സാധിക്കാതെ പോയി. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ അയലോകത്ത് താമസിച്ചാൽ പോലും ചിലപ്പോൾ ബന്ധങ്ങൾ അറിയാത്ത ഒരു അവസ്ഥയിലേക്ക് ഭാവി കാലത്ത് നമ്മളൊക്കെ കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം ഇങ്ങനെ ഒത്തുചേരാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നതിന് വേണ്ടി പ്രത്യേകമായ ശ്രമങ്ങൾ നടത്തുന്ന എല്ലാവരെയും ഏറെ നന്ദിയോടെ ഓർക്കുകയാണ്. ഇത് നിങ്ങൾ ഒരിക്കലും അവസാനിപ്പിക്കുന്നത്. ഓരോ വർഷവും നിങ്ങളിങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ആകുമ്പോഴാണ് പുതിയ തലമുറയ്ക്കും ഇതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇതൊരു വിശ്വാസത്തിൻ്റെ ഒരു കൈമാറ്റം കൂടിയാണ്. വിശ്വാസത്തിൻ്റെ കൈമാറ്റം എന്നാൽ നിങ്ങൾ ആരംഭിച്ചത് തന്നെ പരിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ട് അല്ലേ? പരിശുദ്ധ ബലിയിൽ പങ്കുചേർന്നു, അതിനുശേഷം പൂർവികരെ ഓർത്തു, അതിനുശേഷം ഇവിടെ വന്ന് നിങ്ങൾ പരസ്പരം സൗഹൃദങ്ങൾ പങ്കിട്ടു, അതോടൊപ്പം തന്നെ പൊതുവായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ഇങ്ങനെ സ്നേഹം പങ്കുവെക്കുമ്പോൾ അതിലൂടെയൊക്കെ നമ്മൾ വിശ്വാസം കൂടി ഈ കുടുംബത്തിൽ നിങ്ങൾ പകർന്നു കൊടുക്കുകയാണ് ചെയ്യുക. അതിനുമെല്ലാം പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രത്യേകമായിട്ട് ഞങ്ങൾക്കറിയാവുന്ന ഇവിടുത്തെ 2 വീട്ടുകാരെയാണ്, ഇവിടെയുള്ള 2 വീട്ടുകാരെയാണ്. 2 വീട്ടുകാരും ഏറ്റവും നന്നായിട്ട് വികാരിച്ചെന്ന് പറഞ്ഞതുപോലെ ഇടവയോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ്. ഇവിടുത്തെ ഗൃഹനാഥന്മാരുമായാലും അല്ലെങ്കിൽ മക്കളെല്ലാവരും അവരെല്ലാം ഓരോ സംഘടന വഴി അല്ലെങ്കിൽ കമ്മിറ്റി അംഗമാണ്. ഇവിടുത്തെ ജോർജേട്ടനെ ചേച്ചി, ദീപ ചേച്ചി, പിള്ളേരായാലും SMIയിലുള്ളവരുണ്ട്, അതോടൊപ്പം തന്നെ കൊയറി പാട്ട് പാടുന്നവരുണ്ട്, സൺഡേ സ്കൂളിൽ പഠിക്കുന്നു. അങ്ങനെ എപ്പോഴും ഇവരെ സ്നേഹം നിറഞ്ഞ കൊച്ചച്ച, സിസ്റ്റേഴ്സ്, അരുൺ അഗ്രച്ച, സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങളെ, പരിപാടിയിൽ നന്ദി പറയുക എന്ന കർത്തവ്യത്തിലേക്ക് എന്നെ നിർബന്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യമായി തന്നെ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് എത്തി അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും ചെയ്ത നമ്മുടെ സ്നേഹനിധിയ വികാരി അച്ഛന് ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി അറിയിച്ചുള്ളത്. അതുപോലെ നമ്മുടെ ഇടവയിലേക്ക് വന്ന നമ്മുടെ കൊച്ചച്ഛനും നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ ഇന്നേ ദിവസം എല്ലാ തിരക്കുകളും മാറ്റിവെച്ചെത്തിയ അഖിലച്ഛന്, നമുക്ക് വേണ്ടി കുർബാന അർപ്പിച്ച അഖിലച്ഛനും പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മളോടൊപ്പം നമ്മുടെ കുടുംബാംഗങ്ങളായ സിസ്റ്റേഴ്സിനും പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. വന്നിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.
ഹെഡ്, കണ്ണ്, ബോള്. തല, കണ്ണ്, മൂക്ക്, മൂക്ക്, കണ്ണ്, തല, കണ്ണ്, ബോള്. കണ്ണ്, തല, കണ്ണ്, കണ്ണ്, മൂക്ക്, തല, കണ്ണ്, മൂക്ക്, തല, ബോള്. കാല്, മൂക്ക്, മൂക്ക്, തല, കാല്, കണ്ണ്, മൂക്ക്, തല, ബോൾ. കൈ, കാല്, കാല്, തല, മൂക്ക്, മൂക്ക്, കണ്ണ്, കണ്ണ്, മൂക്ക്, തല, കാല്, കയ്യ്, ബോൾ. തല, കണ്ണ്, മൂക്ക്, മൂക്ക്, കയ്യ്, കാല്, തല, കണ്ണ്, ബോൾ. റെഡി 1 2 3 സ്റ്റാർട്ട്. കപ്പ് കൈ കൊണ്ട് പിടിക്കല്ലേ കേട്ടോ, കൈ കൊണ്ട് പിടിക്കല്ലേ. പോട്ടെ, ഓരോ കപ്പ് പോടെ. 3 സ്റ്റാർട്ട്. കൈ കൊണ്ട് പിടിക്കല്ലേ കേട്ടാ. ഓ വാച്ച്. ഓ 3 സ്റ്റാർട്ട്. അത് കുഴപ്പമില്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല. ഇവിടുത്തെ കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓ ജയിച്ചു. ഇനി ഒരു റൗണ്ടും കൂടെ ഉണ്ട്. ഫൈനൽ മത്സരമാണ് നടക്കാൻ പോകുന്നത് കേട്ടോ. 4 പേരുണ്ട്, ഫൈനൽ റൗണ്ടാ. ഇതിൽ ജയിക്കുന്നവർക്കാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഒരാൾക്ക് മാത്രം പ്രൈസ് ഇല്ലാതെ വരും, അതുകൊണ്ട് നന്നായിട്ട് കളിച്ചോളാം. ഗ്രൗണ്ടിൽ നിന്ന് എല്ലാവരും മാറേണ്ടതാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഓ ഫസ്റ്റ് ജേക്കബ് അഗസ്റ്റിൻ, സെക്കൻഡ് അൽവീന മേരി, ആൻമരിയ തോമസ്, തേർഡ് ആൻമരിയ തോമസ്. ഇനി എനിക്ക് മൂത്തവർക്ക് ഇപ്പൊ കളി വേണം, അല്ലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് മതിയോ? ഇപ്പൊ കളി വേണം. എന്നാൽ ഗ്രൂപ്പായിട്ട് ഒരു കളി വെച്ചാലോ? ഈശോനീ ജീവൻ നിറയണമോ നാദാ നീ എന്നുള്ളിൽ
സ്വരമല്ലോ ആത്മാവിലെ ചെറുപ്പം കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപങ്ങൾ കനിപോലുമാരൂപം തുളുമ്പുമിൻ കണ്ണീർ കായൽ തുഴഞ്ഞു ഞാൻ വന്നു അനന്തമാം ജീവിതഭാരം ചുമന്നു ഞാൻ നിന്നു പാദം തളരുമ്പോൾ തണലിൻ മരമായി നീ ഹൃദയം മുറിയുമ്പോൾ അമൃതിൻ ഉറവായി നീ എന്നാളും ആശ്രയം നീ മാത്രം ഇന്നാദാ തുടിക്കുകിൻ കണ്ണീർ ഈശാനിയൻ ജീവനിൽ നിറയേണം നാദാനിയുള്ളിൽ സ്വരമല്ലോ ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം ഞാൻ കനിവോലും ആരൂപം. Thank you, Alfia, for your beautiful melodious song. Thank you. ഇനി ആർക്കെങ്കിലും വോളണ്ടിയറായിട്ട് കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് സ്റ്റേജിലേക്ക് ധൈര്യപൂർവ്വം കടന്നു വരാവുന്നതാണ്. Let me read the day to all the day. Let me read the day to all the day. In the quiet of this morning hour, I come before you, Lord. Ready? 1, 2, 3. Okay, now keep the. കൈ തൊണ്ടരുത്. ഇനി കൈ തൊണ്ടരുത്. അടുത്ത ബലൂൺ മേടിക്കുക. പൊയ്ക്കോ. ഒരെണ്ണം പൊട്ടിച്ചു. 3 പേര്. ആ ബലൂൺ അടുത്ത ആളുടെ വെക്ക. ഓക്കെ. ഓക്കെ, പോ. കൈ തൊണ്ടരുത്. Yes, guys, go. പൊട്ടിക്കോ. സെമിത്തേറ്റിനെ കൊടുത്ത് ബലൂൺ പൊട്ടി. പൊട്ടാ. Okay. Ladies group win the game. Yes. Very good. കളയാതെ പെറുക്കണം കേട്ടോ. മിഠായിയല്ല, പയറാണ്. ആരും വായിലെടുത്ത് വെക്കരുത്. ഓരോന്നായിട്ട് ഒരു കയ്യിൽ തെറ്റി ഒരു കയ്യിലോട്ട് തെറ്റുക. മനസ്സിലായോ? ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ചേട്ടായി കയ്യിൽ കൊടുക്കുക. റെഡി? 1, 2, 3, സ്റ്റാർട്ട്. നിങ്ങളുടെ പുറകിലിരിക്കുന്ന ചേച്ചിമാരുടെ കയ്യിലേക്ക് കൊടുക്കുക. ഇഷ്ടപ്പെട്ടോ?
എല്ലാവർക്കും കളി ഇഷ്ടമായോ? ഇഷ്ടമായെന്ന് പറ. ആരാ പാട്ട് പാടുന്നേ? ആര് പാട്ട് പാടും? ഹിന്ദി പാട്ടല്ല. ആയതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തക്കാരും മുന്നേ ഞങ്ങൾ ഇറങ്ങാൻ പോവുക. അതുകൊണ്ട് ഞങ്ങളെ പോകാൻ അനുവദിക്കണം, ഞങ്ങളെ പോകാൻ അനുവദിക്കണം പ്ലീസ്. അതെ, ദൈവം അനുഗ്രഹിച്ചാൽ അടുത്ത പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും. അപ്പൊ ഈ പുതിയ കുടുംബയോഗത്തിൽ വന്ന് സഹകരിച്ച സലോമി ചേച്ചിക്കും ചേട്ടനും പ്രത്യേകം എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. അവർക്കൊരു സുഖയാത്ര പ്രത്യേകം ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോബി ഇവരുടെ കൂടെ പോകുന്നുണ്ട് അല്ലേ? ജോബി, വിഷ് യു സേഫ് ജേർണി. താങ്ക് യു ഫോർ കമ്മിങ്. ഞാൻ ആരാ? ആരെ ചക്കപ്പഴം നിന്ന് ഈ ഗെയിം ഇങ്ങനെയാണ്. ഹലോ, ആ 3 ആക്ഷൻ ഇവിടെ എന്നെ ഒന്ന് ശ്രദ്ധിച്ചാലേ എനിക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. 3, 1 ഫ്രണ്ട് എന്നൊരു ആക്ഷനാണ്. ഫ്രണ്ട്. അപ്പൊ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ 2 പേർക്ക് ഇങ്ങനെ ഷെയ്ക്കാൻ കൊടുത്ത് ഇങ്ങനെ നിൽക്കാം. ഇതാണ് ഫ്രണ്ടിന്റെ ആക്ഷൻ. ഓക്കെ. രണ്ടാമത് മാരേജ് എന്നൊരു ആക്ഷനാണ്. മാരേജ്. ആ മാരേജ് ആക്ഷനിൽ ഒരാൾ നേരെ നിൽക്കും, ഒരാൾ ഇങ്ങനെ നിൽക്കും. അങ്ങനെ നിൽക്കാം. അവിടെ നിന്ന് ഡാൻസ് ഒക്കെ കളിക്കാം. ഓക്കെ, ഇനി ഇഷ്ടമുള്ള ഒരു പോസ്റ്ററിലേക്ക് നിന്നോളൂ. ഒരു ആക്ഷൻ, ഇഷ്ടമുള്ള ആക്ഷൻ. എല്ലാവരും ഫ്രണ്ടാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷൗട്ടാവുകയെ. ചിലര് ഫ്രണ്ടായിട്ട് നിൽക്കുക, ചിലര് മാരേജ് പോസ്റ്റർ നിൽക്കുക, ചിലര് എനിമിയായിട്ട് നിൽക്കുക. ഓക്കെ, റെഡിയായോ? ഇനി മാറരുതേ. അച്ഛനൊരു ചിട്ടി എടുത്തോളൂ. ഫ്രണ്ടാണ്. ഫ്രണ്ടുള്ള എല്ലാ ഫ്രണ്ട്സും ഔട്ട്. ഔട്ടായിട്ടുള്ളവരൊക്കെ സച്ചിതായിട്ട് ഔട്ടായിട്ട് നിൽക്കും. ഓക്കെ, മ്യൂസിക്. വെങ്കി ജോബിന്റെ കാലം പിടിച്ച് പറയുന്നുണ്ട്, ചേട്ടാ ഔട്ടല്ലേ. ആക്ഷൻ റെഡിയാണോ? ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല ആക്ഷൻ ഉണ്ട് കേട്ടോ. മ്യൂസിക്. ഇനി ബാക്കിയുള്ളവരൊക്കെ കൈവഹിക്കുക. ഏതൊക്കെ ഗ്രൂപ്പ് ഉണ്ട്? ഇവരൊക്കെ ഉണ്ട്.
ഔട്ടായവർ സത്യസന്ധമായിട്ട് ഔട്ടാണ്. ഓക്കെ, മ്യൂസിക് പ്ലീസ്. ശത്രുക്കളുടെ എണ്ണം കൂടി വരുന്നുണ്ടല്ലോ. വീണ്ടും ശത്രുക്കൾക്ക് കുറി വീഴുവോ? നിങ്ങളുടെ ആക്ഷൻ ഔട്ടാണ്. ഓക്കെ, ഓക്കെ, ഇനി ആരൊക്കെ ബാക്കിയുണ്ട്? ബാക്കിയുള്ളത് കൈകൊള്ളിയേ. ആ ഗ്രൂപ്പ് നിങ്ങൾ ഔട്ടാണോ? ഓക്കെ, എനിമീസ് ഒന്നും ഇല്ല. ഓക്കെ, മ്യൂസിക് പ്ലീസ്. രണ്ട് ശത്രുക്കളുണ്ട് ഇവിടെ. ആരെ പുറത്താക്കണം? ചാൻസ് ഇല്ല, ശത്രുക്കൾക്ക് മാത്രമേ ചാൻസ് ഉള്ളൂ. എന്ത് ചെയ്യാം, ഈ ലോകം എങ്ങനെയായി പോയില്ലേ? ഓക്കെ, ഇനി സൂക്ഷിച്ചു കേട്ടോ. രണ്ട് വിഭാഗം ശത്രുക്കൾ അവിടെയുള്ളത്. അവരെ എന്ത് ചെയ്യുന്നു? ഇവര് സ്ഥിരം കാല് പിടിച്ചിരിക്കുകയാണല്ലോ. എനിക്കിങ്ങനെ കാല് വിടാതെ കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ കളിയുടെ വിജയി ഇവർ മാതൃകാ ദമ്പതികളായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട്, സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിലും വിജയിയായിരിക്കുകയാണ്. അപ്പം ജോബിയും റിങ്കിയുമാണ് ഈ ഗെയിമിന്റെ വിജയിയായിട്ട് നിൽക്കുന്നത്. കൺഗ്രാജുലേഷൻസ്. യെസ്, താങ്ക് യു ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ. ഭക്ഷണങ്ങളൊക്കെ നന്നായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എനിക്ക് വൈകിട്ട് ചായയും കടയും കഴിക്കുമ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങൾ പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനിയും കുടുംബമൊക്കെ വയ്ക്കാം. അതെ, ആരും കടിയും മോശമെന്ന് പറയുന്നത്.
അന്ന് എല്ലാവരും കയറിയിരുന്നോ? പുറത്തുള്ളവരൊക്കെ എത്തിയോ? കഴിച്ച് സന്തോഷമൊക്കെയായി എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ ഒരു പൊതുയോഗത്തിലേക്ക് കിടക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് കമ്മിറ്റി മെമ്പേഴ്സിനെ കുറിച്ച് ഒരു 2 വാക്ക് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 2018 നമ്മൾ മണ്ഡലത്ത് വെച്ച് കൂടിയ കുടുംബയോഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ സെക്രട്ടറി ബിജിപ്പാപ്പൻ, പിന്നെ വൈസ് പ്രസിഡന്റ് ജോർജ് ഉണ്ണിപ്പാപ്പൻ, പിന്നെ ട്രഷറർ മുത്തച്ഛൻ പാപ്പൻ. പരിപാടികൾ കൂടിയ തുടങ്ങിയ പൊതുസമ്മേളനം വിശിഷ്ട വ്യക്തിയായ ശ്രീ സിറിയക് തോമസ് വൈസ് ചാൻസലർ ഓഫ് MG യൂണിവേഴ്സിറ്റി ഉദ്ഘാടനം ചെയ്ത് ക്ലാസുകൾ നയിച്ചു. പ്രസിഡന്റ് അരുൺ ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം നിരവധി തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായി. കുടുംബ ബന്ധങ്ങൾ സമൂഹത്തിൽ എങ്ങനെ എന്ന് വിലയിരുത്തപ്പെടുകയും എന്ന സാമൂഹിക ഇടപെടലുകളെക്കുറിച്ചും വളരെ ആധികാരികമായും മനോഹരമായും അദ്ദേഹം ക്ലാസുകൾ എടുത്തു. കലാപരിപാടികൾ നമ്മുടെ കുടുംബ യോഗത്തിന് മാറ്റ് വർദ്ധിപ്പിച്ചു. സിസ്റ്റർ സുജ്യായുടെയും റിങ്കിയുടെയും നേതൃത്വത്തിൽ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ അരങ്ങേറുകയുണ്ടായി. നമ്മുടെ കുടുംബത്തിൽ നിന്നും 2023 ശേഷം വേർപിരിഞ്ഞു പോയ ശ്രീ ബേബി കുഞ്ഞാഞ്ഞ കടനാട്, ജോയ് താഴത്തിൽ റേറോ, സുനോജ് പ്രിയ തൃശൂർ എന്നിവരുടെ വിയോഗത്തിൽ പ്രാർത്ഥനകൾ നേരുകയും ചെയ്യുന്നു. അന്തിമോപചാരം അർപ്പിക്കാനായി നിരവധി കുടുംബയോഗം ഭാരവാഹികൾ എത്തുകയുണ്ടായി. നമ്മുടെ കുടുംബയോഗത്തിന്റെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. നമ്മുടെ കുടുംബത്തിലെ എല്ലാ പെൺമക്കളെയും അളിയന്മാരെയും താഴത്തെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ടെന്നും ചേർത്ത് പിടിച്ചു കൂടെ നിർത്താനും ഉപദേശമുണ്ടായി. 2020 നമ്മുടെ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള ഒരു അനുമോദനമാണ്. നമുക്കൊന്ന് എല്ലാവർക്കും ഒച്ചത്തിൽ കൈയടിച്ചുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് പ്രോത്സാഹിപ്പിക്കാം. ഓക്കെ, താങ്ക് യു. പ്രിയ ചേച്ചിയുടെ മകൻ ജോൺ സബാൻ അൺവീലിംഗ് ഇന്ത്യ ക്വിസ് കണ്ടക്റ്റഡ് ബൈ സി മീഡിയ വിത്ത് മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രീസ്. ആ ക്വിസിൽ സെക്കൻഡ് റണ്ണറപ്പ് ആയിരുന്നു. ക്യാഷ് പ്രൈസായിട്ടുള്ള 1 lakh കിട്ടിയിരുന്നു. അപ്പോൾ നമുക്ക് ജോൺ സബാന് നമ്മുടെ ഒരു നന്ദി സൂചകമായിട്ടൊരു ചെറിയ ക്യാഷ് പ്രൈസ് നൽകാനായിട്ട് പ്രിയ ചേച്ചിയെ കൊടുക്കുന്നു. എല്ലാവരും കൈയടിക്കാം. ജോർജ് ജയസിഞ്ചാട്ടായി വൈസ് പ്രസിഡന്റ്, പിന്നെ സെക്രട്ടറി ജോബി ചേട്ടായി, സെക്രട്ടറി ട്രഷറർ റിപ്പോർട്ട് വായിച്ചാൽ പോരാ, എഴുതന്നാ മതി. എലിപ്പെട്ടിയായിട്ട് നൽകാനായിട്ട് പറ്റിയ ആളുകൾ എന്തിനാ പെട്ടി? ആ പെട്ടി എന്തിനാ? പൈസ പെട്ടി. കുടുംബയോഗം തുടങ്ങിയത് ചരിത്രത്തിന്റെ 2ാമത്തെ ട്രഷറാണ്. അതെ, സ്പെഷ്യൽ കോസ്റ്റാണ്. ഇനി എക്സിക്യൂട്ടീവിലേക്ക് തിരഞ്ഞെടുക്കാം കമ്മിറ്റി. പിന്നെ ജോബിക്കുട്ടനെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, വക്കപ്പാപ്പൻ്റെ അവിടുന്ന്. മംഗലാപുരത്ത് നിന്ന് ജോബിക്കുട്ടൻ. ഇവളുടെ അവാർഡ് മൊത്തം എൻ്റെ തല ഏറ്റെടുത്തു. അപ്പോൾ നിലവിലുള്ള പ്രസിഡന്റ് അരുൺ താഴത്തെ,
വൈസ് പ്രസിഡന്റ് ജോർജ് കുട്ടി, സെക്രട്ടറി തോമസ് താഴത്തെ, ട്രഷറർ ഭക്തച്ചൻ താഴത്തെ എന്നിവരോട് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഈ ഔദ്യോഗിക സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ കുടുംബയോഗം ഏറ്റവും ഭംഗിയായി നടക്കുന്നതിന് അവർ നന്നായി പ്രയത്നിച്ചിട്ടുണ്ട്, നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും പേരിൽ നമുക്ക് നല്ലൊരു കയ്യടിയോട് കൂടിയിട്ട് അവർക്ക് നന്ദി പറയാം. പുതിയ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്ത പ്രസിഡന്റ് സണ്ണി താഴത്തേൽ, വൈസ് പ്രസിഡന്റ് ജെയ്സൺ താഴത്തേൽ, സെക്രട്ടറി ജോബി താഴത്തേൽ, ട്രഷറർ ജോഷി താഴത്തേൽ എന്നിവരെ നമ്മൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇത് ജസ്റ്റ് ഒരു റോൾ മാറ്റം മാത്രമാണ് അല്ലേ? കാരണം നമ്മുടെ കുടുംബയോഗം നിൽക്കാതെ നന്നായി നടന്നു പോകാനായിട്ട് ഉള്ള സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ഭാരവാഹികൾക്കുള്ളത്. ഇതിവരിൽ മാത്രം നിക്ഷിപ്തമല്ല, അവർ മാത്രം വിചാരിച്ചാൽ കുടുംബയോഗം നടക്കുകയുമില്ല. നിങ്ങൾക്ക് ഇവിടെ വിജി പറഞ്ഞതുപോലെ ഈ കുടുംബയോഗം നടത്താൻ വേണ്ടിയിട്ട് നിരന്തരമായ സമ്പർക്കം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഫോൺ വഴി ഒത്തിരിയേറെ മീറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് ഓൺലൈൻ മീറ്റിംഗ് പലതവണ കൂടുകയുണ്ടായി. ഇതെങ്ങനെ നന്നാക്കാമെന്ന് നമുക്കറിയാം. നമ്മുടെ നമ്പർ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അതുപോലെ ഇവിടെ വെച്ച് നടത്താൻ തീരുമാനത്തിന് ശേഷം ജോർജ് കുട്ടിയും ജോഷിയും രാവിലെ സീജ സിസ്റ്റർ പറഞ്ഞതുപോലെ ഒന്നിലധികം തവണ നമ്മളെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് നേരത്തെ മുതൽ വിളിച്ച് വരണം എന്ന് നമ്മുടെ സാന്നിധ്യം അവർ ഉറപ്പുവരുത്തുകയുണ്ടായി. അതുകൊണ്ടാണ് ഇത്രയും പേരെങ്കിലും നമ്മുടെ ഈ തിരക്ക് നിറഞ്ഞ ഈ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നും ഇന്നിവിടെ ഉണ്ടാകുവാനായിട്ട് കാരണമായത്. അപ്പോൾ അത് പുതിയ ഭാരവാഹികൾക്ക് ഒരു മാതൃകയാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ പുതുതായിട്ട് തിരഞ്ഞെടുത്ത എല്ലാവർക്കും ഈ കുടുംബയോഗത്തിൻ്റെ പേരിൽ ഹൃദ്യമായ സ്വാഗതം ഓതുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. പിന്നെ നമ്മൾ സാധാരണ ഇങ്ങനെ കുടുംബയോഗം എന്നൊക്കെ പറയുമ്പോൾ ആ പേര് ഇപ്പം താഴത്തേൽ കുടുംബയോഗമാണെങ്കിൽ ഒത്തിരിയേറെ നിയമാവലികളൊക്കെ ഉള്ള കുടുംബയോഗങ്ങളുണ്ട്. അപ്പോൾ അവരെ മാത്രം ഉൾക്കൊള്ളുന്ന, പക്ഷെ നമ്മളുടെ കുടുംബയോഗം എന്ന് പറയുമ്പോൾ വളരെ വിശാല ഹൃദയത്തോടെ ഒന്നുചേരുന്ന ഒരു കുടുംബയോഗമാണ്. ഇവിടെ താഴത്തെ എന്നുള്ള പേരില്ലെങ്കിൽ പോലും നമ്മുടെ സഹോദരങ്ങളെ എല്ലാവരെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഒന്നിച്ചു വരണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ കൂടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു സഹരക്ഷാധികാരിയായിട്ട് സീജ സിസ്റ്ററിനെ കൂടി നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയത്. അവിടെ വേർതിരിവുകളൊന്നുമില്ല, അതിർവരമ്പുകളില്ല. നമ്മളെല്ലാവരും സിസ്റ്റർ തന്നെ പറയുകയുണ്ടായി നമ്മുടെ എല്ലാം ചോര ഒന്നാണ് എന്ന്. അപ്പോൾ ആ ചോര ഒന്നാണെന്ന് തെളിയിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിലേക്കുള്ള അംഗത്വവും അതുപോലുള്ള ഭാരവാഹിത്വവും ഒക്കെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് നീ എന്നോ ഞാനെന്നോ ഇല്ല, നമ്മൾ എന്ന ഒറ്റയൊരു അഡ്രസ്സിങ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ പറയാത്ത നമ്മളുടെ വിധി പറയുമ്പോൾ എൻ്റെ പേര് പറഞ്ഞു, പറയാത്ത ഒരാൾ ഇവിടെ റോബിൻസൺ ഇരിപ്പുണ്ട്. റോബിൻസൺ ചേട്ടൻ്റെ മകളെ കിട്ടിയവനാണ്. നമുക്ക് അവർ മാറ്റി നിർത്തുന്ന പ്രശ്നമേ ഇല്ല. അപ്പോൾ ആദ്യം മുതലേ വളരെ താല്പര്യത്തോടുകൂടി ഞാനുണ്ട് എന്ന് റോബിൻസൺ ഉറക്കെ പറയുകയും മുന്നിൽ നിന്നുകൊണ്ട് തന്നെ മലബാർ എന്നുള്ള ഗ്രൂപ്പിനെ കൊണ്ടുവരാനായിട്ടുള്ള താല്പര്യം എടുത്ത് വരികയും ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ റോബിനെയും പ്രത്യേകം നന്ദി പറയുകയാണ്. അതുപോലെ വന്ന എല്ലാവർക്കും, അത് മരുമക്കളായാലും അളിയന്മാരായാലും കെട്ടിവന്ന പെൺകുട്ടികളാണെങ്കിലും ഒക്കെ ഇതെല്ലാം നമ്മളാണ് എന്നുള്ള ഒരു ചിന്ത. അതുകൊണ്ട് ഇത് നിലനിൽക്കട്ടെ. കൂടുതൽ പേർ അടുത്ത വർഷം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലത്തേക്കാളും കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ അടുത്ത തവണ അത് കൂടുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പം നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചാൽ മാത്രമേ കുടുംബയോഗം ശക്തമായിട്ട് നിലനിന്നു പോകുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇനി അതെ, നമുക്കുള്ള ചെറിയ പുഷ്പങ്ങളൊക്കെ കൊടുത്ത് ഇവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. രക്ഷാധികാരികൾ കൊടുക്കുക. പ്രസിഡന്റ് സണ്ണി താഴത്തേൽ, അഖിലച്ച ആദ്യം പ്രസിഡന്റിന് ഒന്ന് കൈയടിച്ച് സ്വീകരിക്കാം. ഓക്കെ, അടുത്ത പുഷ്പം വൈസ് പ്രസിഡന്റ് ജെയ്സൺ, സെക്രട്ടറി ജോബി, ട്രഷറർ ജോഷി. പൂവ് തീർന്നാൽ മിക്കവാറും ഒരു ചക്കച്ചോള എടുത്ത് കൊടുക്കുന്നത്, നല്ല വരിക്കച്ചോള. ഓക്കെ,
പുതിയതായി സ്ഥാനമെടുത്ത സഹരക്ഷാധികാരി സീജ മരിയ സിസ്റ്റർ. ഓക്കെ. പുതിയ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ കൂടി ഈ വേദി വിഭിന്നങ്ങളെ ചെറിയ പുഷ്പം കൊടുത്ത് സ്വീകരിക്കും. ഉണ്ണിവിടോ. പുതിയ എക്സിക്യൂട്ടീവ് അംഗത്തിന് പുഷ്പം. അത് പൂ തന്നെയാണോ എന്നുണ്ടെങ്കിൽ ഒരു സംശയം. പൂവിന്റെ വലിപ്പം നോക്കണ്ട, കുടുംബയോഗത്തിന്റെ വിശാലത നോക്കിയാൽ മതി. ഓക്കെ. പ്രത്യേകിച്ച് നിങ്ങളോടൊന്നും പറയാനില്ല. എങ്കിൽ പോലും നമ്മളിപ്പോൾ ഇവിടെ നടത്തണമെന്നുള്ള തീരുമാനിച്ചില്ലല്ലോ ഇതുവരെ. ആരും ഒരു നിർദ്ദേശം പറഞ്ഞില്ലല്ലോ നമുക്ക് എവിടെ വെച്ച് നടത്തേണ്ട അടുത്ത വർഷത്തേക്ക്. പഴയ പ്രസിഡന്റ് വരിക, സമ്മാനദാനം നടത്തുക. ഒരു ബോൾ കിഡ് എന്ന മത്സരം ഉണ്ടായിരുന്നു. അതിലെ വിജയികളാണ് ആദ്യം സമ്മാനം കൊടുക്കുന്നത്. ഫസ്റ്റ് പ്രൈസ് റയൻ ജോസ്. കൺഗ്രാറ്റുലേഷൻസ്. Second prize, Adrian Mark. Adrian. Very good, congratulations. Third prize, Rose Maria. Rose Maria, congratulations. Very good. Okay. കുട്ടികളുടെ തന്നെ അടുത്ത മത്സരത്തിന്റെ സമ്മാനം കൊടുക്കാം. മിഠായി പെരുക്കൽ. ഫസ്റ്റ് പ്രൈസ് ആൽമിത്ര. ആൽമിത്ര ഒളിവ. 48 മിഠായിയാണ് പെറുക്കിയെടുത്തത്. മിടുക്കി ഒളിവ. വെരി ഗുഡ്, വെരി ഗുഡ്. സമ്മാനം മിടുക്കിയായിട്ട് മിഠായി പെറുക്കിയിട്ട് സമ്മാനം വേണ്ടേ? മേടിച്ചോ. വെരി ഗുഡ്, വെരി ഗുഡ്. സെക്കൻഡ് പ്രൈസ് റയൻ. വെരി ഗുഡ്. റയൻ രണ്ടാം സമ്മാനമാണ്. 47 ആണ് പെറുക്കിയെടുത്തത്. തേർഡ് പ്രൈസ് ആഷേർ. 45 ബീറ്റ്സ്. 45. ഓക്കെ, മിടുക്കൻ. കൺഗ്രാറ്റുലേഷൻസ്. അനീതിക്ക് ഫസ്റ്റ് പ്രൈസ്, ചേട്ടൻ തേർഡ് പ്രൈസ്. വെരി ഗുഡ്. ഓക്കെ, അടുത്തത് ഏറ്റവും പ്രായമുള്ളവർക്ക് നടത്തിയ പുഞ്ചിരി മത്സരം. ആർക്കായിരിക്കും? നിങ്ങളൊക്കെ മാർക്കിട്ടതല്ലേ? അല്ല, ഫസ്റ്റ് പ്രൈസ് ആച്ചമ്മ ചേച്ചി. ഇപ്പോഴുണ്ട് എന്താ പുഞ്ചിരി ഒന്ന് തിരിച്ചോണ്ട് വരൂ. വെരി ഗുഡ്, വെരി സ്വീറ്റ് സ്മൈൽ. വെരി ഗുഡ്. നല്ല കൈയ്യടി കൊടുക്ക. അയ്യോ, ഈ പ്രായത്തിൽ പുഞ്ചിരി നിലനിർത്താന്നൊക്കെ പറഞ്ഞാൽ അതങ്ങനെ ശീലിച്ചു കൊടുക്കാൻ പറ്റൂ. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. സെക്കൻഡ് പ്രൈസ് റോസമ്മ. എന്താ സന്തോഷം. ഓടി വരൂ. യെസ്, വെരി ഗുഡ്. തേർഡ് പ്രൈസ് എൽസമ്മ. വെരി ഗുഡ്, വെരി ഗുഡ്. തിരിച്ചോണ്ട് മാനസിറ്റി. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ഇനി നടത്തിയ മത്സരം ബലൂൺ റേസ്. പെൺകുട്ടികളുടെ വിഭാഗമാണ് സമ്മാനം നേടിയത്. പെൺകുട്ടികൾക്ക് പ്രത്യേക കൈയടി. എല്ലാവരും ചേർന്ന് കൈയടിച്ച് പെൺകുട്ടികൾക്ക്. യെസ്, ജോവിറ്റ ജോർജ്, ഐറിൻ റോസ് തോമസ്, ആൻ മരിയ പോൾ, മെറിൻ തോമസ്, സ്നേഹ മാത്യു. Come on, come to the stage. All come. All of you come. Yes. പഠിക്കുന്ന പിള്ളേരല്ലേ, പേരുണ്ട് എഴുത്. അല്ല, ഓക്കെ. ഇനി അവസാനം ഒരു പാർട്ട്ണർ ഗെയിം നമ്മൾ നടത്തിയല്ലോ. ഒരു ലക്കി ഗെയിം ആയിരുന്നു. അതില് വിജയികളായ ഒരു ദമ്പതികൾ തന്നെയായിരുന്നു, ജോബി ആൻഡ് റിങ്കി. അങ്ങനെ വെള്ളം കുടിപ്പിച്ചേ വേണമെങ്കിൽ. യെസ്, പുതിയ സമയം കിട്ടാനില്ല. വെരി ഗുഡ്. യെസ്,
എല്ലാ മത്സരത്തിനും സമ്മാനമായില്ലേ? ആരോ ഒരു പെൺകുട്ടി ഡാൻസ് കളിക്കണമെന്നോ? ഡാൻസോ പാട്ടോ? വരൂ വരൂ. ആ ഡാൻസ്. യെസ്, ഇവിടെ റെഡിയുണ്ട്. ആരോ ഒരു പെൺകുട്ടി. തേർഡ് ആരായിരുന്നു? ആൻമരിയ. We're not afraid, we're not afraid. One step, two step, three step forward. One step, two step, three step back. Stop. Listen, what's that? That's a frog. Oh, let's hop. Hopping in the jungle, hopping in the jungle. We're not afraid, we're not afraid. One step, two step, three step forward. One step, two step, three step back. Stop. Listen, what's that? Oh, that's a monkey jumping in the jungle, jumping in the jungle. We're not afraid, we're not afraid. One step, two step, three step forward. One step, two step, three step back. Stop. Listen, what's that? Oh, that's a toucan. Skipping in the jungle, skipping in the jungle. We're not afraid, we're not afraid. One step, two step, three step forward. One step, two step, three step back. Stop. Listen, what's that? Oh, that's a tiger. Run. Very good, very good, very good. ഇപ്പൊ പാട്ട് പാടിയ കൊച്ചിന് ഒരു പ്രത്യേകമായിട്ട് സമ്മാനം കൊടുക്കുന്നതായിരിക്കും. പാട്ട്, ഡാൻസ്, മത്സരം, അങ്ങനെ ആദ്യന്തം വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്ത റോസ് മരിയ ജോബിക്ക് ഒരു പ്രത്യേക സമ്മാനം. റോസ് മരിയ ജോബി, നമ്മൾ സ്നേഹപൂർവ്വം മിന്നുവിനൊരു സമ്മാനം. യെസ്, വെരി ഗുഡ്. Hello, 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 hallelujah. Hello, 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 hello,